കഥ തുടരുന്നു. പോലീസ് ഇൻസ്പെക്ടർ പ്രഭുവിൻ്റെ മുമ്പിലെത്തി നിന്നു. കാറിനുള്ളിലേക്ക് അയാളൊന്ന് നോക്കി. പ്രഭുവിൻ്റെ നെഞ്ചിനുള്ളിലൂടെ ഒരു മിന്നലൊളി പാഞ്ഞുപോയി. എന്താ ഇവിടെ വണ്ടി നിർത്തിയിട്ടേക്കൊന്ത്? പ്രഭുവിൻ്റെ കണ്ണുകളിലേക്ക് കോർത്ത് വലിക്കും പോലെ നോക്കിക്കൊണ്ടായിരുന്നു ചോദ്യം. വണ്ടിയുടെ ഡീസൽ തീർന്നു സാർ. അതാരാ ആ മുൻസീറ്റിലിരിക്കുന്നത്? എൻ്റെ മുതലാളിയാ സാർ, പ്രഭു ഭവ്യതയോടെ പറഞ്ഞു. അയാളെന്താ ബോധം കെട്ടിരിക്കുകയാണോ? എസ് ഐ കാറിൻ്റെ മുമ്പിലൂടെ മറുവശത്തേക്ക് വന്നു. യുദ്ധകം കൊണ്ട് തൻ്റെ ഹൃദയം കുതിക്കുന്നത് പോലെ ജ്യോതി കരഞ്ഞു. മുതലാളി കുടിച്ച് കുറച്ച് ഓവറായി പോയി സാർ. പ്രഭു എസ് ഐയുടെ പിന്നിലെത്തി. അവൻ ബ്രാൻഡി വാങ്ങിയതിന് പിന്നിലെ ബുദ്ധി അപ്പോഴാണ് ജ്യോതിയേക്ക് പിടികിട്ടിയത്. കോവിൽ രാജയുടെ അടുത്തെത്തിയതും പ്രഭു പറഞ്ഞത് സത്യമാണെന്ന് എസ് ഐക്ക് മനസ്സിലായി. ബ്രാൻഡിയുടെ രൂക്ഷഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി. ഹോ! എസ് ഐ മുഖം തിരിച്ചു കളഞ്ഞു. പിന്നെ പ്രഭുവിനെ നോക്കി. എന്നതാടോ, ബാറ് മൊത്തത്തിൽ വിഴുങ്ങിയോ നിന്റെ മുതലാളി അങ്ങനെ സാർ, കുടിക്കാൻ തുടങ്ങിയാൽ ബോധം പോകും വരെ കുടിക്കും. എസ് ഐ കാറിനകത്തിരുന്ന ജ്യോതിയെ നോക്കി. അതാരാ? മുതലാളിയുടെ പെങ്ങളാ സാറേ, കരുതി വെച്ചതുപോലെയായിരുന്നു പ്രഭുവിൻ്റെ മറുപടി. ജ്യോതി എന്നാ പേര്. എറണാകുളത്തെ കോളേജിലാ. മുതലാളി പെങ്ങളെ മൂന്നാറിലെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. ഇതൊന്നും ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ. എസ് ഐ പ്രഭുവിനെ തുറച്ചു നോക്കി. ചാറ്റൽ മഴത്ത് നിന്ന് സാറ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. എസ് ഐ ഒന്ന് അമർത്തി മൂളി. പിന്നെ കോവിൽ രാജയ്ക്ക് നേരെ ഒന്നുകൂടി നോക്കി. എന്തായാലും പെങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതിൻ്റെ കോലം കൊള്ളാം. ബോധമുണ്ടായിരുന്നെങ്കിൽ മോന്തയ്ക്ക് ഒരു തേമ്പ് ഞാൻ കൊടുത്തേനെ. എസ് ഐ തിരിഞ്ഞ് പ്രഭുവിനെ നോക്കി. ഇനി എന്താ നിന്റെ പദ്ധതി? നേരം വെളുക്കും വരെ ഇവിടെ കിടക്കാനാണോ? എങ്ങനെയെങ്കിലും ഇത്തിരി ഡീസൽ കിട്ടിയിരുന്നെങ്കിൽ. പ്രഭു പ്രതീക്ഷയോടെ എസ് ഐയെ നോക്കി. അടുത്ത പമ്പിൽ വരെ ചെല്ലാനുള്ളത് മതി. ഈ കൊച്ചിനെ കൊണ്ട് രാത്രി റോഡിൽ കിടക്കുകയെന്ന് വെച്ചാൽ ഇതിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് പോയി മേടിക്കാനും പറ്റത്തില്ലല്ലോ. ചാറ്റൽ മഴയുടെ ശക്തി കൂടി. എസ് ഐ പ്രഭുവിനെ ഒന്ന് തുറച്ചു നോക്കി. നിന്റെ കയ്യിൽ കാശില്ലേ? ഉണ്ട് സാർ. എടുക്ക്. പ്രഭു പോക്കറ്റിൽ കൈയിട്ട് 500 രൂപ കൊടുത്തു. എസ് ഐ അത് വാങ്ങി. വണ്ടിക്കകത്ത് വല്ല കുപ്പിയോ കന്നാസോ ഉണ്ടോടാ? ഇല്ല സാർ. അതൊന്നും വയ്ക്കരുത്, കള്ളുകുപ്പി മാത്രം വെച്ചോണം. എസ് ഐ തിരിഞ്ഞു. ഞാൻ ഡീസൽ വാങ്ങിച്ചു തരാം. വണ്ടിയിലിരിക്കുന്ന പെങ്കൊച്ചിനോർത്താ സഹായിക്കുന്നത്. എൻ്റെ വീട്ടിലുമുണ്ട് ഇതേ പ്രായത്തിൽ ഒരെണ്ണം. അതാ. എസ് ഐ ചെന്ന് ജീപ്പിലേക്ക് കയറി. ഇപ്പം വരാം. ജീപ്പ് തിരിയുന്നതിനിടെ അയാൾ പ്രഭുവിനെ നോക്കി. മഴ തുടങ്ങിയിരുന്നു. പ്രഭു കാറിലേക്ക് കയറി. ഞാൻ ഓർത്ത് കുടുങ്ങിയെന്ന്. പ്രഭു ജ്യോതികയെ നോക്കി. നിങ്ങളെന്തിനാ ഈ പട്ടി എൻ്റെ ആങ്ങളെയാണെന്ന് പറഞ്ഞത്? ജ്യോതിക മൂർച്ചയോടെ പ്രഭുവിനെ നോക്കി. ഇയാൾ നിന്റെ ഭർത്താവാണെന്ന് പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വ്യൂ ഫൈഡറിലൂടെ നോക്കിയാണ് പ്രഭു പറഞ്ഞത്. കാറിനുള്ളിലെ അരണ്ടവട്ടത്തിൽ കണ്ണാടിയിൽ ജ്യോതികയുടെ മിഴികളിലൊരു കുഞ്ഞു മിന്നാമിന്നി തിളക്കം പ്രഭു കണ്ടു. മഴ ശക്തി പ്രാപിച്ചു. അതിശക്തമായ കാറ്റിൻ്റെ മുകളിലും ബോണറ്റിലും വലിയ മഴത്തുള്ളികൾ വീണു ചിതറുന്ന ശബ്ദം കേട്ടു. 10 മിനിറ്റ് നീണ്ടു അത്. മഴ പെട്ടെന്ന് പെയ്തു തോർന്നു. നേരത്തെ ചാറ്റൽ മഴ മാത്രമായി. 5 മിനിറ്റ് കഴിഞ്ഞതും കാറിൻ്റെ പിൻചീലിൽ പ്രകാശം വന്ന് പതിച്ചു. പ്രഭു തിരിഞ്ഞു നോക്കി. പോലീസ് ജീപ്പ് വരികയാണ്. അറിയാതെ ഒരു ഉൾക്കിടല പ്രഭുവിന് വീണ്ടും ഉണ്ടായി. ജീപ്പ് വന്നു കാറിന് സമാന്തരമായി നിന്നു. തലയ്ക്ക് മീതെ കൈപ്പടം വെച്ചുകൊണ്ട് പ്രഭു മഴയിലേക്ക് ഇറങ്ങി. എടുത്തു കൊടുക്കണോ? എസ് ഐ പോലീസുകാരനോട് പറഞ്ഞു. പോലീസുകാരൻ ഒരു ചെറിയ കന്നാസ് പ്രഭുവിന് നേരെ നീട്ടി. 5 ലിറ്ററുണ്ട്. ബാക്കി കാശും അയാൾ നൽകി. നിന്ന് മഴ നനയാതെ പെട്ടെന്ന് പോവാൻ നോക്ക്, എസ് ഐ പറഞ്ഞു. ഇതത്ര നല്ല ഏരിയയല്ല. പ്രഭു തലക്കുലുക്കി. സോമ, എസ് ഐ തലത്തിരിച്ച് പോലീസുകാരിൽ ഒരാളെ നോക്കി. ഇവൻ്റെ വണ്ടിയുടെ 2 പടം എടുത്തു വെച്ചോ, നമ്മുടെ ഒരു സേഫ്റ്റി സൈഡിന്. പ്രഭു നടുങ്ങിപ്പോയി. അത്തരമൊരു കെണി പ്രതീക്ഷിച്ചില്ലായിരുന്നു. വാഹന പരിശോധനയ്ക്കിടെ ഉപയോഗിക്കുന്ന ചെറിയ ക്യാമറ പോലീസ് ജീപ്പിലുണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ അതെടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. പ്രഭുവിനെ ഉൾപ്പെടുത്തി കാറിൻ്റെ നമ്പർ കൃത്യമായി കാണത്തക്ക വിധം 4-5 സ്നാപ്പുകൾ എടുത്തു. സൈഡ് ഗ്ലാസ് താഴ്ത്തി കാറിനുള്ളിലിരിക്കുന്ന കോവിൽ രാജയുടെയും ജ്യോതികയുടെയും സ്നാപ്പുകൾ കൂടി പോലീസുകാരനെടുത്തു. മുഖത്തെ പതർച്ച പണിപ്പെട്ട് അടക്കിയാണ് പ്രഭു നിന്നത്. പോലീസുകാരൻ തിരിച്ചു വന്ന് ജീപ്പിൽ കയറി. ഒരുപാട് നന്ദിയുണ്ട് സാർ. പ്രഭു എസ് ഐയെ തൊഴുതു. സാറിൻ്റെ പേര് നെഞ്ചത്ത് കുത്തിവെച്ചിട്ടുണ്ട്, വായിച്ചോ, എസ് ഐ പറഞ്ഞു. പ്രഭു എസ് ഐയുടെ പോക്കറ്റിന് മീതെയുള്ള നെയിൻ ബോർഡിലേക്ക് നോക്കി. പിന്നെ പതിയെ വായിച്ചു. KP സജീവൻ. ജീപ്പ് മുമ്പോട്ടെടുക്കാൻ എസ് ഐ ആംഗ്യം കാട്ടി. ജീപ്പ് നീങ്ങി. പ്രഭു കന്യാസുമായി കാറിൻ്റെ പിന്നിലേക്ക് വന്നു. ഡീസൽ ടാങ്കിൻ്റെ അടപ്പ് തുറന്നിട്ട് കന്യാസ് ടാങ്കിലേക്ക് ചരിച്ചു. പിൻഡോർ തുറന്ന് കന്യാസ് അകത്തേക്ക് ഇട്ടിട്ട് പ്രഭു വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. വായു കയറി ഫ്യൂവൽ പാസേജ് ബ്ലോക്കായിട്ടുണ്ടോ എന്ന് ഭയന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. രണ്ടാമത്തെ ശ്രമത്തിൽ കാർ സ്റ്റാർട്ടായി. 1-2 തവണ എൻജിൻ ഇരപ്പിച്ചിട്ട് പ്രഭു കാർ മുമ്പോട്ടെടുത്തു. ഇങ്ങനത്തെ നല്ല പോലീസുകാരുണ്ടല്ലോ, ജ്യോതിയെ പറഞ്ഞു. പോലീസുകാരിൽ നല്ലവർ ഒരുപാട് പേരുണ്ടടി. എന്തും ചെയ്യാൻ മടിക്കാത്ത പിഴകളുമുണ്ട്. വീണ്ടും മഴ തുടങ്ങിയിരുന്നു. കാറ്റും വീശി തുടങ്ങി. റോഡ് നിറയെ മഞ്ഞും. അടുത്ത നിമിഷം പ്രഭുവിൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ ഇരമ്പി. പ്രഭു ധൃതിയിൽ ഫോൺ എടുത്തു. റാവുത്തർ. സാർ,
പ്രഭു ഫോൺ കാതോട് ചേർത്തു. എവിടെ എത്തി? റാവുത്തറുടെ ചോദ്യം കേട്ടു. അടിവാരത്തിന് ഇനിയും 10-30 കിലോമീറ്റർ ഉണ്ട് സാർ. ശരി, നീ ആ വണ്ടിയും ബോഡിയും എവിടെയെങ്കിലും ഉപേക്ഷിക്കും. എന്നിട്ട് ആ കുട്ടിയെയും കൂട്ടി സേഫായി എവിടെയെങ്കിലും നിൽക്ക്. ഞാനും അപ്പുകുട്ടിയും അങ്ങോട്ട് വരാം. ശരി സാർ. വണ്ടി എത്രയും പെട്ടെന്ന് ഉപേക്ഷിക്കണം. കാറിൻ്റെ നമ്പർ വെച്ച് വയർലെസ് മെസ്സേജ് പോകുന്നുണ്ട്. വണ്ടി ട്രേസ് ചെയ്യാൻ. പ്രഭുവിനൊരു ഉൾക്കിടിലമുണ്ടായി. വേഗം വാ. കാൾ കട്ടായി. മഴ ഒന്നുകൂടി ശക്തി പ്രാപിച്ചു. റോഡിന് ഇരുവശത്തെയും വൃക്ഷങ്ങൾ ബാധ കയറിയതുപോലെ ഉറഞ്ഞു തുള്ളുകയാണ്. അരമണിക്കൂർ നേരത്തെ ഓട്ടം. വഴി 3ആയി പിരിയുന്നിടത്ത് പ്രഭു കാർ നിർത്തി. മാമല്ലാപുരം, മൂന്നാർ. മൂന്നാമത്തെ വഴി വനത്തിലേക്കും. മാമല്ലപുരം വഴിയാണ് പുതുവയലിന് പോവേണ്ടത്. കാർ ഉപേക്ഷിക്കാൻ ഇതാണ് പറ്റിയ സ്ഥലമെന്ന് പ്രഭുവിന് തോന്നി. റോഡിൻ്റെ വലതുവശത്തേക്ക് കോലിഞ്ചിക്കാടുകൾ നിറഞ്ഞ ചെരിവാണ്. പിന്നെ കറുത്തിരുണ്ട ഉൾക്കാട്. ഇറങ്ങ, പ്രഭു ജ്യോതികയോട് പറഞ്ഞു. ഡോർ തുറന്ന് ബാഗുമായി അവൾ മഴയിലേക്ക് ഇറങ്ങി. അവളെ പിടിച്ച് അവൻ റോഡിലെ വലിയ മരങ്ങൾക്ക് താഴേക്ക് നിർത്തി. ഒരു ഭീമൻ കുട പോലെ നിൽക്കുന്ന മരച്ചൂട്ടിൽ നനയാതെ നിൽക്കാമായിരുന്നു. പ്രഭു വീണ്ടും കാറിലേക്ക് കയറി. കോവിൽ രാജയുടെ ഫോൺ കാറിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ഇട്ടു. പിന്നെ കാർ തിരിച്ച് ചെരുവിൻ്റെ തിട്ടയിലേക്ക് നിർത്തി. വണ്ടി ന്യൂട്രലിലാക്കിയിട്ട് ഇറങ്ങി കാറിൻ്റെ പിന്നിലേക്ക് വന്നു. ജ്യോതിക ഊരിയിട്ട വളകൾ കാറിൽ നിന്നെടുക്കാൻ പ്രഭു പക്ഷേ മറന്നുപോയി. മഴയ്ക്കൊപ്പം കാറ്റ് ശക്തിയായി ഒന്നുകൂടി വീശി കാർ ഒന്നുലഞ്ഞു. താൻ പറന്നു പോകുമെന്ന് ജ്യോതികയ്ക്ക് തോന്നി. പ്രഭു കാറിൻ്റെ ഡിക്കിക്ക് മീതെ ശരീരം അമർത്തി ചെരുവിലേക്ക് തള്ളി. അധികം ആയാസപ്പെടേണ്ടി വന്നില്ല. കോലിഞ്ചിക്കാട് ചതച്ച് കാർ താഴേക്ക് പാഞ്ഞിറങ്ങിപ്പോയി. കാട്ടുപൊന്തകളുടെ കമ്പുകൾ ഒടിയുന്നതിൻ്റെയും തകിടുകൾ ഇളകിത്തെറിക്കുന്നതിൻ്റെയും ശബ്ദം താഴെ നിന്ന് കേട്ടു. കാർ പോയ ദിശയിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നിട്ട് പ്രഭു തിരിഞ്ഞു. മരച്ചൂട്ടിലേക്ക് വന്നു നിന്നിട്ട് ഫോണെടുത്ത് റാവുത്തറെ വിളിച്ചു. സാർ, ഞാനിവിടെ മാമല്ലൂരിനും പുതുവയലിനും വഴി തിരിയുന്നിടത്ത് വണ്ടി മാമല്ലപുരം ഫോറസ്റ്റിൽ തട്ടി. ഫൈൻ. റാവുത്തറുടെ ശബ്ദം മറുവശത്തു നിന്ന് കേട്ടു. അവിടെ തന്നെ ഒതുങ്ങി നിൽക്ക്. ഡോൺ പാനിക്. 15 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ എത്തും. സിൽവർ കളർ ഇന്നോവ. ഓക്കെ സാർ. പ്രഭു ഫോൺ വെച്ചു. മരത്തിന് താഴെ നിന്ന് ജ്യോതിക തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു. റാവുത്തർ സാർ ഇപ്പം വരും, പ്രഭു പറഞ്ഞു. പിന്നെ നേരെ മാമല്ലപുരം. 2 മണിക്കൂർ കൊണ്ട് അവിടെ ചെല്ലും. അപ്പോഴത്തേക്ക് വെളുപ്പാൻ കാലമാവും. മേരി മാമല്ലപുരത്ത് കാണും. എൻ്റെ നമ്പർ ആശാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പുതുവയലിലേക്ക്. ജ്യോതികയുടെ കണ്ണുകളിൽ നിറയെ ഭീതിയായിരുന്നു. നടുക്കത്തിലാണ്ടുപോയ മനസ്സിൻ്റെ മരവിപ്പ് മാറി തുടങ്ങിയിരുന്നു. സംഭവിച്ച കാര്യങ്ങളുടെ ഭീകരതയും ഇനി നേരിടേണ്ടി വരുന്ന അഗ്നി പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള ഭയവും അതേ അളവിൽ മനസ്സിനെ പൊള്ളിച്ചു തുടങ്ങുകയാണ്. ജ്യോതിയുടെ ഭീതി പ്രഭു ശ്രദ്ധിച്ചു. നീ പേടിക്കേണ്ടേ. 1 വർഷത്തോളം മധുരയിലെ സൈക്യാട്രിക് ക്ലിനിക്കിൽ മൂഡ് ഡിസോർഡറിന് ട്രീറ്റ്മെൻറ്റിൽ ഇരുന്നിട്ടുള്ള ആളാണ് ഞാൻ. പോലീസ് പിടിച്ചാൽ അത് പറഞ്ഞ് ഞാൻ രക്ഷപ്പെടും. മഴ ഇടമുറിയാതെ പെയ്തുകൊണ്ടിരുന്നു. എന്തു വന്നാലും നിന്നെ പോലീസിനും നിയമത്തിനും കൊടുക്കത്തില്ല. അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. ഏട്ടൻ എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ ഞാൻ മാത്രമായിട്ട് എന്തിനാ? 20 മിനിറ്റ് കഴിഞ്ഞതും റോഡിലേക്കൊരു ഇന്നോവ കാർ പാഞ്ഞു വന്നു നിന്നു. റാവുത്തറും അപ്പുക്കുട്ടിയുമാണെന്ന് പ്രഭുവിന് മനസ്സിലായി. ഒരു സൂചന പോലെ 2 തവണ ഹോൺ മുഴക്കി. വാ. അവളെയും വിളിച്ചുകൊണ്ട് പ്രഭു ധൃതിയിൽ കാറിന് നേരെ ചെന്നു. കാറിൻ്റെ ഫോഗ് ലാമ്പിൽ നിന്നുള്ള മഞ്ഞ വെളിച്ചം റോഡിലെ മഴവെള്ളത്തിൽ പടരുന്നുണ്ടായിരുന്നു. കയറ്, റാവുത്തർ പറഞ്ഞു. ജ്യോതികയെയും കൂട്ടി പ്രഭു ഇന്നോവയുടെ സെൻട്രൽ സീറ്റിലേക്ക് കയറി. ബാഗ് പിന്നിലേക്കിട്ടു. സീറ്റിന് മീതെ വിരിച്ചിരുന്ന ടവലെടുത്ത് ജ്യോതികയ്ക്ക് നീട്ടി. തല തൂർത്തിക്കോ. അച്ചബി, പോവാം. അപ്പുകുട്ടി തിരിഞ്ഞ് പ്രഭുവിനെ ഒന്ന് നോക്കിയിട്ട് കാർ മാമല്ലപുരം റോഡിലേക്ക് തിരിഞ്ഞു. അങ്ങനെ കോവിൽ രാജ തീർന്നു. റാവുത്തർ ഒന്ന് ചെരിഞ്ഞിരുന്നു. കഴുത്തു മുറിച്ചു കൊന്നതല്ലേ? ആരാ കൊന്നതെന്ന് വല്ല സൂചനയുമുണ്ടോ നിനക്ക്? ഇല്ല. പ്രഭു തലവെട്ടിച്ചു. കോവിൽ രാജയുടെ ശത്രുതയുള്ളവർ എത്ര പേരുണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ. ആരാണെങ്കിലും ചെയ്ത ആൾ പക്ക പ്രൊഫഷണലാ, പണി അറിയാവുന്നവൻ. റാവുത്തർ ഒന്ന് അമർത്തി മൂളി. അറിയാമല്ലോ, എൻ്റെ ഭാര്യയെയും എൻ്റെ പൊന്നുമോളെയും വണ്ടി കയറ്റി കൊന്നവനവൻ. റാവുത്തർ ഒന്ന് നിർത്തി. പ്രഭു, കോവിൽ രാജയോട് പൊരുതി നിന്നതുപോലെ അയാളുടെ മകൻ ശിവസഹസ്രനാമത്തിന് മുമ്പിൽ പൊരുതി നിൽക്കാൻ നിനക്കാവത്തില്ല. തന്ത ഒരു തലയുള്ള മൂർഖനായിരുന്നെങ്കിൽ അവൻ 10 തലയുള്ള രാജവെമ്പാലയാ. ജ്യോതികയ്ക്ക് ഭയം കൊണ്ട് തൻ്റെ ശരീരം തളരുമെന്ന് തോന്നി. തന്തയെ കാണാനില്ലെന്ന് അവനിപ്പോൾ അറിഞ്ഞു കാണും. ഇന്ന് രാത്രി തന്നെ വിമാനം ചാർട്ട് ചെയ്ത് അവൻ ലണ്ടനിൽ നിന്ന് പറക്കും. ശിവസഹസ്രനാമം. കാറ്റിൽ ഒരു മരച്ചില്ല ഒടിഞ്ഞ് റോഡിലേക്ക് വീഴുന്നത് കണ്ടു. അപ്പുക്കുട്ടിയുടെ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗ് ഒന്ന് പാളി. മരച്ചില്ലയിൽ ഇടിക്കാതെ കാർ ഒരുവിധം അപ്പുറം കടന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഒരു കില്ലിംഗ് കോൺട്രാക്ട് ഏജൻസി തന്നെ ശിവസഹസ്രനാമത്തിനുണ്ട്. അഫ്ഗാൻ അതിർത്തിയിൽ നിന്നും ചെച്നിയയിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ മെട്രോ സിറ്റിയിലേക്കും നീളുന്ന കൊക്കെയിൻ ശൃംഖല. 3 വർഷം മുമ്പാണ് മകനെ മധുരയിൽ നിന്ന് എബ്രോഡിലേക്ക് കോവിൽ രാജ മാറ്റിയത്. അതും ഒരു മർഡർ കേസിൽ നിന്ന് രക്ഷിക്കാൻ. റാവുത്തർ പ്രഭുവിനെ ഒന്ന് നോക്കി. മധുരയിലെ സിനിമാ തിയേറ്ററിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ ഹമ്മർ കയറ്റി കൊന്ന കേസ്. അവൻ്റെ വണ്ടി മാറ്റിയിടാൻ പറഞ്ഞതിൻ്റെ പേരിലായിരുന്നു അരുൺ കൊല. സെക്കൻഡ് ഷോ മർഡർ എന്ന പേരിൽ ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു അത്. ഹമ്മർ കില്ലർ എന്ന പേരും അവന് കിട്ടി. പക്ഷേ ഒരു ചുക്കും സംഭവിച്ചില്ല.
വെന്റിലേറ്ററിൽ കിടന്ന സെക്യൂരിറ്റിക്കാരൻ മരിക്കും വരെ പോലീസ് മരണമൊഴി എടുത്തില്ല. വണ്ടി ഇടിപ്പിക്കുമ്പോൾ അയാൾ ധരിച്ചിരുന്ന യൂണിഫോം ആശുപത്രിയിൽ നിന്ന് കാണാതായി. 10 ലക്ഷം രൂപ കൊടുത്താണ് കോവിൽ രാജ ആ ഉടുപ്പ് വാങ്ങിച്ച് കത്തിച്ചു കളഞ്ഞത്. തെളിവുകളുടെ അഭാവത്തിൽ കൊലപാതകം കോടതിയിൽ ബോധപൂർവമല്ലാത്ത നരഹത്യയായി മാറി. പ്രതിയുടെ സ്ഥാനത്ത് ശിവസഹസ്രനാമത്തിൻ്റെ ഡ്രൈവറും. ഒരൽപ്പം ആശങ്കയോടെയാണ് റാവുത്തർ അടുത്ത വാചകം പറഞ്ഞത്. സത്യമായി അവനെ എനിക്ക് ഭയമുണ്ട് പ്രഭു. ശത്രു ഏതു ലോകത്ത് ഒളിച്ചാലും കണ്ടെത്താൻ ഘ്രാണശക്തി കൂടിയ സ്പീഷീസ് അവൻ. അപ്പനെ കൊന്നവനോട് അവൻ ക്ഷമിക്കില്ല. അവൻ്റെ കണ്ണിൽ നീയാണ് അത് ചെയ്തിരിക്കുന്നത്. ജ്യോതികയുടെ ഉടൽ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ഒരു SIയെ കണ്ടു. വണ്ടി ഡീസൽ തീർന്ന് നിന്നപ്പോൾ. ഞങ്ങളുടെയും കാറിൻ്റെ പടം അയാൾ എടുത്തിട്ടുണ്ട്. പ്രഭു റാവുത്തറിനെ നോക്കി. റാവുത്തറിൻ്റെ കണ്ണുകളിൽ ശക്തമായൊരു നടുക്കമുണ്ടായി. പ്രഭുവിനെതിരെ നാളെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ആ ചിത്രങ്ങളായിരിക്കുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. തൽക്കാലം പുതുവയലിൽ നീ പിടിച്ചു നിൽക്കണം, റാവുത്തർ പ്രഭുവിനോട് പറഞ്ഞു. മൊബൈൽ ഫോൺ പരമാവധി ഉപയോഗിക്കേണ്ട. ഇതുവരെ ഉപയോഗിച്ചിരുന്ന നമ്പർ ഇനി കുറച്ചു കാലത്തേക്ക് വേണ്ട. ഞാൻ വേറെ 2 SIM കാർഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രഭു തലകുലുക്കി. ചാഞ്ഞു പെയ്യുന്ന മഴയിലൂടെ 2 മണിക്കൂർ നേരത്തെ ഓട്ടം. 4 മണിയായപ്പോൾ കാർ മാമല്ലപുരത്തിനടുത്തെത്തി. 15 മിനിറ്റിനകം ചെറിയ ടൗണിലേക്ക് കയറി കാർ നിന്നു. കാർ നിന്നതും പ്രഭുവും ജ്യോതികയും ഇറങ്ങി. എന്നാൽ നിങ്ങൾ പോയിക്കോ. പ്രഭു റാവുത്തറെ നോക്കി. നേരെ നല്ലപോലെ പുലരാൻ നിൽക്കണ്ട, അതാണ് നല്ലതെന്ന് റാവുത്തറിനും തോന്നി. ആ അപ്പുകുട്ടി. പെട്ടെന്ന് ഓർത്തതുപോലെ പ്രഭു പോക്കറ്റിൽ കൈയിട്ടു. കൈ തിരിച്ചെടുക്കുമ്പോൾ കോവിൽ രാജയുടെ സ്വർണ്ണമോതിരം പ്രഭുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. സിംഹത്തല കുത്തിയ മോതിരം. ഇന്നാ കോവിൽ രാജയുടെ മോതിരമാ. ഇതിൻ്റെ കയ്യിലിരുന്നാൽ വീണ്ടും വീണ്ടും അയാളെ ഓർമ്മ വരും. നീ സൂക്ഷിച്ചു വെച്ചോ. പ്രഭു പറഞ്ഞത് നേരാണെന്ന് ജ്യോതികയ്ക്ക് തോന്നി. ശരി മച്ചമ്പി. അപ്പുകുട്ടി മോതിരം വാങ്ങി പോക്കറ്റിലിട്ടു. റാവുത്തർ 2 SIM കാർഡുകൾ പ്രഭുവിന് നൽകിയിട്ട് കാറിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് ഒരു കടലാസ് പൊതിയെടുത്ത് നീട്ടി. 40,000 രൂപയുണ്ട്. വന്ന വഴിക്ക് ATMയിൽ നിന്ന് എടുത്തതാ. വച്ചോ. സാർ വച്ചോടാ. റാവുത്തർ പ്രഭുവിൻ്റെ കയ്യിലേക്ക് അത് വച്ചു കൊടുത്തു. പോട്ടെ. പുതുവയലിലെത്തിയിട്ട് SIM കാർഡ് മാറ്റാൻ മറക്കണ്ട, ഞാൻ വിളിക്കാം. ഇന്നോവ കാർ മുമ്പോട്ട് നീങ്ങി. അത് അകന്നു പോകുന്നത് നോക്കി പ്രഭു ഒരു നിമിഷം നിന്നു. പിന്നെ ജ്യോതിയുടെ കൈ പിടിച്ച് റോഡരികിലെ വെയിറ്റിംഗ് ഷെഡിലേക്ക് നടന്നു. പോക്കറ്റിൽ കിടന്ന് ഫോൺ ഇരമ്പുന്നുണ്ടായിരുന്നു. അവൻ ഫോൺ എടുത്തു. പരിചയമില്ലാത്ത നമ്പർ. മേരിയാണെന്ന് തോന്നി. ഹലോ. അവൻ ഫോൺ കാതോട് ചേർത്തു. ഗുഡ് മോർണിംഗ്. മറുവശത്ത് നിന്ന് മധുരമുള്ള ശബ്ദം കേട്ടു. ഞാൻ ഓറഞ്ച് മേരി. നിങ്ങൾ എത്തിയോ? എത്തി. ഇവിടെ മാമല്ലപുരത്തെ വെയിറ്റിംഗ് ഷെഡിലുണ്ട്. ഓക്കെ, ഞാനിതാ എത്തി. പുതുവയൽ റോഡിലേക്കുള്ള ചെറിയ പാലം കടന്നു. ചുവപ്പ് നിറമുള്ള ഒരു ട്രാക്ടർ വരുന്നത് പ്രഭു കണ്ടു. അത് വന്ന് വെയിറ്റിംഗ് ഷെഡിന് മുമ്പിലായി നിന്നു. കഷ്ടിച്ച് 25 വയസ്സ് വരുന്ന അതിസുന്ദരിയായ ഒരു യുവതിയായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ. ഒരൽപ്പം റോസ് കലർന്ന വെളുത്ത നിറമാണ്. ചാരനിറത്തിലുള്ള ബനിയനും കറുത്ത നിറത്തിലുള്ള ട്രാക്ക് സൂട്ടുമായിരുന്നു വേഷം. വെള്ള നിറത്തിലുള്ള തൊപ്പി വെച്ചിട്ടുണ്ട്. കാലിൽ കാൻവാസ് ഷൂസുകൾ. കയ്യിൽ തണുപ്പടിക്കാതിരിക്കാൻ തെർമോ ഗ്ലൗസുകൾ. മുഖം പാതി മറച്ചിരിക്കുന്ന ഗ്ലാസ്. ഓറഞ്ച് മേരി. സൺഗ്ലാസ് മാറ്റിയിട്ട് മേരി പ്രഭുവിനെയും ജ്യോതികയെയും നോക്കി സ്നേഹത്തോടെ ചിരിച്ചു. പ്രഭു, ജ്യോതിക. കയറി ചേട്ടാ. അവർ ട്രാക്ടറിൻ്റെ ഇരുവശത്തേക്കും കയറി. മേരിയാണ് ജ്യോതികയെ കൈപ്പിടിച്ച് കയറ്റിയത്. ട്രാക്ടർ പുകത്തുപ്പി മുന്നോട്ട് നീങ്ങി. പിന്നെ പുതുവയലിലേക്കുള്ള കുത്തുകയറ്റവും കൊടും വളവുകളും കയറാൻ തുടങ്ങി. ആശാൻ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. ട്രാക്ടർ ഓടിക്കുന്നതിനിടെ തലതിരിച്ച് മേരി പ്രഭുവിനെ നോക്കി. വരുന്നത് എൻ്റെ സ്വന്തം കൊച്ചനും അവൻ്റെ പെണ്ണുമാ. ഒരു കുറവും വരാതെ നോക്കിക്കോണോടി ഓറഞ്ചേ എന്നൊരു കൽപ്പന. മേരി ചിരിച്ചു. പിന്നെ ജ്യോതികയെ നോക്കി. ജ്യോതിക ഞാൻ കരുതിയതിനേക്കാൾ സുന്ദരിയാ കേട്ടോ. ജ്യോതിക ഒന്ന് പുഞ്ചിരിച്ചെന്ന് വരുത്തി. കൊടും വളവുകൾ തിരിഞ്ഞ് ട്രാക്ടർ ഓടിക്കൊണ്ടിരുന്നു. ഒരു വശത്ത് 30 അടി താഴ്ചയിലായി ചോളപ്പാടങ്ങൾ കാണാം. അതിനപ്പുറത്ത് വനത്തിൻ്റെ കറുത്ത പച്ചപ്പ്. റോഡിൻ്റെ വലതുവശത്ത് ഓറഞ്ച് തോട്ടം. കൃഷി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹരമാണ് കേട്ടോ. മേരി പുഞ്ചിരിച്ചു. പച്ചക്കറിയും പഴവർഗ്ഗങ്ങളുമായി എല്ലാം എൻ്റെ തോട്ടത്തിലുണ്ട്. പിന്നെ എനിക്കിഷ്ടം ഹണ്ടിങ്ങാ. ഒരു ഡബിൾ ബാരൽ ഗണ്ണുണ്ട് അപ്പച്ചൻ്റെയ. വല്ലപ്പോഴും ഞാൻ അതുമെടുത്ത് അങ്ങിറങ്ങും. ഇനി വേട്ടയ്ക്ക് പോകുമ്പോൾ ഞാൻ ചേട്ടനെയും കൂട്ടാം. ആശാൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ചേട്ടനും ഞാനും തമ്മിൽ നല്ല ചേർച്ചയാണ്. അവസാന വാചകം കേട്ടതും ജ്യോതിക പ്രഭുവിനെ ഒന്ന് തുറച്ചു നോക്കി. അവളുടെ കണ്ണുകളുടെ മൂർച്ച കണ്ട് പ്രഭുവിന് ചിരി വന്നു. ചേട്ടൻ ഏതോ മാഫിയ ഡോണുമായി എന്തോ പ്രശ്നമുണ്ടായി എന്നും കുറച്ചു കാലത്തേക്ക് മാറി നിൽക്കണം എന്നുമാ ആശാൻ പറഞ്ഞത്. കോവിൽ രാജ കൊല്ലപ്പെട്ട വിവരം ആശാൻ പറഞ്ഞിട്ടില്ലെന്ന് പ്രഭുവിന് മനസ്സിലായി. ചേട്ടന് എത്ര കാലം വേണമെങ്കിലും എൻ്റെ കൂടെ, എൻ്റെ ഫാം ഹൗസിൽ താമസിക്കാം. ഒന്നുകിൽ ഫാം ഹൗസ്, അല്ലെങ്കിൽ വനത്തിൻ്റെ അരികിൽ കാവൽപ്പുരയുണ്ട്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ കരാട്ടെ പഠിപ്പിച്ച 10-12 പിള്ളേരും കാണും. എന്താ പോരെ ചേട്ടാ? മതി. ട്രാക്ടർ മാതളത്തോട്ടത്തിലേക്ക് കയറി. ഇനി ചേട്ടാ വിളി ഒരു സുഖം തോന്നുന്നില്ല കേട്ടോ. മേരി തല തിരിച്ച് പ്രഭുവിനെ നോക്കി പറഞ്ഞു. ഞാനൊരു കാര്യം ചെയ്യാം. ഇച്ചായൻ എന്ന് വിളിക്കാം. അല്ലേ? ഞങ്ങൾ അച്ചായത്തിമാരുടെ ഒരു സ്റ്റൈൽ അതാണല്ലോ. പിന്നെ അങ്ങനെ വിളിക്കുമ്പോൾ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നത് പോലെ തോന്നും. മനസ്സിനോട് ചേർന്ന്. ആ പ്രയോഗം കേട്ടതും ജ്യോതിക പ്രഭുവിനെ ഒന്നുകൂടി നോക്കി.
ഹിച്ചായ ശബ്ദമില്ലാതെ ജ്യോതിക പറയുന്നത് പ്രഭു കണ്ടു. ചിരി കടിച്ചമർത്തി പ്രഭു തിരിഞ്ഞു. മാതളത്തോട്ടത്തിലൂടെ ട്രാക്ടർ ഓടിക്കൊണ്ടിരുന്നു. കാർ ഉൾപ്പെടെ കോവിൽ രാജയെ കാണാനില്ലെന്ന വാർത്ത നേരെ വെളുക്കും മുമ്പേ ഉന്നത കേന്ദ്രങ്ങളിൽ തീക്കാറ്റ് പോലെ പടർന്നു കഴിഞ്ഞിരുന്നു. SP മീന ഭാസ്കറിന്റെ നേതൃത്വത്തിൽ SI മാമുക്കുട്ടി ഉൾപ്പെടുന്ന ഒരു തമിഴ്നാട് പോലീസ് ടീം വെളുപ്പിന് 4 മണിക്ക് തന്നെ ചെകുത്താൻ മലയിൽ എത്തിയിരുന്നു. അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ 2 സബ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ അടിവാരത്തെയും മാമല്ലപുരത്തെയും പോലീസുകാരും. കോവിൽ രാജയെ ആയുധമുനയിൽ നിർത്തി പ്രഭുവും ജ്യോതികയും കാറുമായി കടന്നു എന്നായിരുന്നു മീനയുടെ കണക്കുകൂട്ടൽ. മൂന്നാർ മാമല്ലപുരം റോഡിലായിരുന്നു മീനയുടെ ഫോർച്യൂൺ വാൻ. അതിനു പിന്നിൽ SI മാമുക്കുട്ടിയുടെ നേതൃത്വത്തിൽ വന്ന തമിഴ്നാട് പോലീസിന്റെ ജീപ്പ്. അതിനു പിന്നിലായി ഭൂമിനാഥനും രംഗസ്വാമിയും മറ്റു ഗുണ്ടകളും വന്ന ലാൻഡ് ലോവറും 2 ഫോർഡ് എഡ്ഡവറുകളും. മണിയുടെ നേതൃത്വത്തിൽ ഗുണ്ടാ സൈന്യം അപ്പോൾ കോവിൽ രാജയ്ക്കുള്ള തെരച്ചിൽ തുടരുകയായിരുന്നു. മീനയുടെ മുമ്പിൽ ട്രാഫിക് SI സജീവൻ നിൽപ്പുണ്ടായിരുന്നു. തലേന്ന് രാത്രി പ്രഭുവിന് ഡീസൽ വാങ്ങിച്ചു നൽകിയ അതേ ഉദ്യോഗസ്ഥൻ. ക്യാമറയിലെ പ്രഭുവിൻ്റെയും കാറിൻ്റെയും ചിത്രങ്ങൾ അയാൾ മീനയെ കാണിക്കുകയായിരുന്നു. ചിത്രത്തിൽ കാറിനുള്ളിലിരിക്കുന്ന കോവിൽ രാജയെ മീന വ്യക്തമായി കണ്ടു. താൻ തന്നെ അവർക്ക് ഡീസൽ വാങ്ങിച്ചു കൊടുത്തു വിട്ടു അല്ലേ? ഉവ്. SI പരുങ്ങലോട് തല താഴ്ത്തി. കഷ്ടം. മീന അയാളൊന്ന് നോക്കി. പോലീസിന് റിസൈൻ ചെയ്തിട്ട് വല്ല തുണിക്കടയിലെയും സെക്യൂരിറ്റി ആയിട്ട് പോടോ? അല്ല മാഡം, ഒരു സംശയവും തോന്നാത്ത രീതിയിലായിരുന്നു പെരുമാറ്റം. അവർ പോയി കഴിഞ്ഞാൽ ഞാൻ മിസ്സിംഗ് ആണെന്ന മെസ്സേജ് വയർലെസ്സിൽ വന്നത്. ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ചക്രങ്ങൾ അലറി ജീപ്പ് നിന്നു. ജീപ്പിൽ നിന്ന് ഒരു SI ചാടിയിറങ്ങി ധൃതിയിൽ മീനയുടെ നേരെ വന്നു. പിന്നെ അറ്റൻഷനായി നിന്ന് സല്യൂട്ട് ചെയ്തു. മാഡം, ഞാൻ മാമല്ലപുരം SI രവികുമാർ. നിങ്ങൾ തിരയുന്ന കാർ കണ്ടുകിട്ടിയിട്ടുണ്ട്. മീനയുടെ മിഴികളൊന്ന് പിടഞ്ഞു. എല്ലാവരും ജാഗരൂകരായി. എവിടെ? ഇവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത് മാമല്ലപുരം വനത്തിൽ. കോലിഞ്ചി വെട്ടാൻ പോയ പെണ്ണുങ്ങളെ കണ്ടത്. നിങ്ങൾ തിരയുന്ന ആളുടെയാണെന്ന് തോന്നുന്നു. ഒരു ബോഡിയും അതിനുള്ളിലുണ്ട്. മീന നടുങ്ങിപ്പോയി. അതേ നടുക്കത്തിൽ തന്നെയായിരുന്നു ഭൂമിനാഥനും ഗുണ്ടകളും. കമോൺ ക്വിക്ക്. മീന ഫോർച്യൂണറിലേക്ക് പാഞ്ഞു കയറി. ഒന്നിനു പുറകെ ഒന്നായി വാഹനങ്ങൾ ചീറിപ്പോയി. 15 മിനിറ്റിനുള്ളിൽ സ്പോട്ടിലെത്തി. സ്ത്രീകളും പുരുഷന്മാരുമായി 50ഓളം ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടി നിൽപ്പുണ്ട്. മീന കാറിൽ നിന്നിറങ്ങിയപ്പോഴേക്കും അടിവാരം പോലീസ് ഓടി അടുത്തു വന്നു. കാർ കുറച്ച് താഴെയാണ് മാഡം. ചെയിൻ പുള്ളർ മാമല്ലപുരത്ത് നിന്ന് വരണം. താഴെ ഇറങ്ങാൻ എന്തെങ്കിലും വഴി? കുറച്ചു മാറി വനവകുപ്പിൻ്റെ ഒരു റോഡുണ്ട് മാഡം. ഓക്കെ, കമോൺ. മീന തിരിഞ്ഞ് കേരള പോലീസിൻ്റെ ജീപ്പിലേക്ക് കയറി. ഈറ്റ ലോറിയും ജീപ്പ് പോകുന്ന വഴിയായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് പോലീസ് ജീപ്പ് കാർ കിടക്കുന്നിടത്തെത്തി. ഒരു മരത്തിലിടിച്ച് ബോണറ്റ് തകർന്ന നിലയിലായിരുന്നു കാർ. ഒരു ജീപ്പ് കൂടി പോലീസ് ജീപ്പിന് പിന്നിലായി വന്നു നിന്നു. ഭൂമിനാഥനും രംഗസ്വാമിയും ഗുണ്ടകളും ഇറങ്ങി. മീന ജീപ്പിൽ നിന്നിറങ്ങിയിട്ട് പതിയെ കാറിനടുത്തേക്ക് വന്നു. വിതുമ്പൽ കടിച്ചമർത്തി മണിയും കൂട്ടരും കാറിനടുത്ത് നിൽപ്പുണ്ടായിരുന്നു. കാറിനടുത്തെത്തി മീന നിന്നു. കാറിനുള്ളിലെ കാഴ്ച നടക്കുന്നതായിരുന്നു. മുമ്പോട്ട് കമിഴ്ന്ന നിലയിൽ കോവിൽ രാജയുടെ മൃതശരീരം. ഡോറിനിടയിലൂടെ കുറച്ചു ചോര തറയിലെ പാഴിലകൾക്കു മീതേക്ക് ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. തുറന്നു കിടന്ന പിൻഡോറിലൂടെ കാറിനുള്ളിലേക്ക് മീന ഒന്ന് നോക്കി. കാറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന 2 പ്ലാസ്റ്റിക് വളകൾ ഒറ്റ നോട്ടത്തിൽ തന്നെ മീനയുടെ കണ്ണിൽപ്പെട്ടു. ജ്യോതികയുടെ വളകൾ. നല്ല മഴയായിരുന്നു മാഡം ഇന്നലെ. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. മാമല്ലപുരം SI രവികുമാർ പറഞ്ഞു. മീന ഒന്ന് അമർത്തി മോളെ. പിന്നെ തിരിഞ്ഞ് ഭൂമിനാഥനെ നോക്കി. ഭൂമിനാഥൻ. മാഡം. അയാൾ ഓടി വന്നു. പ്രഭുവും ജ്യോതികയും ഒളിച്ചു താമസിച്ചിരുന്ന വീടറിയാവുന്ന ഒരാൾ നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ടെന്ന് പറഞ്ഞില്ലേ? ആരാത്? ദേ അവനെ മാഡം, രംഗസ്വാമി. ഭൂമിനാഥൻ രംഗസ്വാമിയെ നോക്കി. ചൂണ്ടുവിരൽ ചലിപ്പിച്ച് മീന രംഗസ്വാമിയുടെ അടുത്തേക്ക് വരാൻ ആംഗ്യം കാട്ടി. രംഗസ്വാമി ഓടി അടുത്ത് വന്നു. ആരുടെ വീടാണോ അത്? ഒരു ഇരവിക്കുട്ടിയുടെ. പുള്ളിയാശൻ എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. പുള്ളിയാശാൻ. മീന ഒന്ന് തലക്കുലുക്കി. എനിക്കറിയാം മാഡം അയാളെ, SI രവികുമാർ പറഞ്ഞു. ഗുഡ്. ഇവിടുത്തെ പ്രൊസീഡിങ്സ് കഴിഞ്ഞ് നമുക്ക് അവിടേക്ക് പോവാം. പ്രഭുവിലേക്കും ജ്യോതികയിലേക്കും പുള്ളിയാശാൻ വഴി കാണിക്കും. എനിക്കുറപ്പാ. മീനയുടെ പല്ലുകൾ ഞെരിഞ്ഞു. അടുത്ത നിമിഷത്തിൽ വനത്തിനുള്ളിൽ നിന്ന് ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു എയർ ഹോൺ മുഴങ്ങി. ഒരു വന്യമൃഗത്തിൻ്റെ മുരൾച്ച പോലെയായിരുന്നു അത്. എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു. ഒരു കറുത്ത സ്കോർപിയോയാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. അതിനു പിന്നാലെ അതൊരു കാഴ്ച തന്നെയായിരുന്നു. 30 അടി നീളം വരുന്ന ഒരു ഹമ്മർ ലിമോസിൻ കാർ റോഡിന് ഇരുവശത്തെയും മരങ്ങൾക്ക് നടുവിലൂടെ പെരുമ്പാമ്പിനെ പോലെ പതിയെ വളവ് തിരിഞ്ഞു വരുന്നു. കാറിൻ്റെ ചെറിയ വട്ടക്കണ്ണുകൾ പ്രകാശിച്ച് നിൽപ്പുണ്ടായിരുന്നു. തലൈവ വந்தாച്ച്. ഭൂമിനാഥൻ ഉൾക്കിടലത്തോടെ പറയുന്നത് മീന കേട്ടു. മീനയുടെ നെഞ്ചിനുള്ളിലും ഭീതിയിൽ ഒരു നടുക്കമുണ്ടായി. വരുന്നു ശിവസഹസ്രനാമം. ശിവസഹസ്രനാമം. മീനയുടെ ചുണ്ടുകളൊന്ന് വിറകൊണ്ടു. പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന അച്ഛൻ്റെ ജീവനിട്ട ശരീരത്തിന് മുമ്പിലേക്കാണ് ശിവസഹസ്രനാമം വന്നിറങ്ങുന്നത്. ചോരയിൽ മുക്കിപ്പിഴി ശിവസഹസ്രനാമം ഇനിയുള്ള ദിവസങ്ങൾ. ഹമ്മർ ലിമോസിൻ കാറിൻ്റെ മുമ്പിൽ നിന്ന് കറുത്ത സ്കോർപിയോയിൽ നിന്ന് കറുത്ത സ്യൂട്ട് ധരിച്ച 4 പേർ ഇറങ്ങി. കറുത്ത സൺഗ്ലാസ് മുഖത്തണിഞ്ഞിരുന്ന അവരുടെ കാതുകളിൽ
ജാബ്ര ക്ലിപ്പർ ബ്ലൂടൂത്തുകൾ ഘടിപ്പിച്ചിരുന്നു. സൂട്ടിനുള്ളിൽ ആയുധങ്ങളുണ്ടെന്ന് വ്യക്തം. ഹമ്മർ ലിമോസിൻ കാറിന്റെ മുൻഡോർ തുറന്ന് അതിസുന്ദരിയായ ഒരു യുവതി ഇറങ്ങി. 6 അടി ഉയരം വരുന്ന മെലിഞ്ഞ ശരീരമായിരുന്നു. വീതിക്കസവ് പാകിയ സെറ്റ് സാരിയും ചുവന്ന ബ്ലൗസുമായിരുന്നു യുവതിയുടെ വേഷം. വിടർത്തിയിട്ടിരുന്ന പനങ്കൂര പോലത്തെ മുടി, മുല്ലപ്പൂമാല, നീലക്കണ്ണുകളും കടും ചുവപ്പാർന്ന തുടുത്ത ചുണ്ടുകളും, കോളാമ്പി പൂവ് പോലത്തെ പുക്കിൽ ചുഴിയോട് ചേർന്ന് വെള്ളി നിറത്തിലുള്ള ഒരു പിസ്റ്റൾ വച്ചിരിക്കുന്നു. മീന അസൂയയോടെയാണ് അവളുടെ തലയെടുപ്പും സൗന്ദര്യവും നോക്കിക്കണ്ടത്. തൂവെള്ള നിറത്തിലുള്ള അലക്സാണ്ട മാർക്കിൻ്റെ വൈരക്കല്ല് പതിച്ച ഷൂസുകളായിരുന്നു പെൺകുട്ടിയുടെ കാലുകളിൽ. അളന്നു മുറിച്ച ചുവടുകളോടെ അവർ ഹമ്മർ ലിമോസിൻ്റെ പിന്നിലേക്ക് ചെന്നു. പിന്നെ മിഡിൽ ഡോറിൻ്റെ ഹാൻഡിലിലെ ഒരു ചെറിയ വൃത്തത്തിൽ തൻ്റെ തള്ളവിരൽ ചേർത്തമർത്തി. ബയോമെട്രിക് ലോക്കാണതെന്ന് മീനയ്ക്ക് മനസ്സിലായി. ഡോർ പതിയെ തുറന്നു. 5 ലക്ഷം രൂപ വില വരുന്ന ബ്രൂണോ മാഗ്ലിയുടെ ഷൂ ധരിച്ച ഒരു കാൽ പുറത്തേക്ക് നീണ്ടു. വീതിയേറിയ പ്ലാറ്റിനം വള അണിഞ്ഞ ഒരു കൈ വന്ന് ഡോർ ഹാൻഡിലിന് മീതെ അമർന്നു. വളയ്ക്ക് മീതെ പതിച്ചിരുന്ന നീലയും ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള ചെറിയ വൈരക്കല്ലുകൾ വെയിലേറ്റ് മിന്നി. എല്ലാവരും ശ്വാസമടക്കി നോക്കി നിൽക്കുകയായിരുന്നു. ഡോർ ഫ്രെയിമിന് മീതേക്ക് ആകാശത്തിന് താഴേക്ക് ഒരാൾ ഉയർന്നു വന്നു. ശിവസഹസ്രനാമം. 18 കാരറ്റ് സ്വർണത്തിൽ നിർമ്മിച്ച ഫ്രെയിമിൽ ചെറിയ വൈരക്കല്ലുകൾ പതിച്ച കാർട്ടിയൻ പാരീസിൻ്റെ സൺഗ്ലാസ് ആയിരുന്നു ശിവസഹസ്രനാമത്തിൻ്റെ മുഖത്ത്. ക്ലീൻ ഷേവ് ചെയ്ത സുന്ദരമായ മുഖം, തലമുടി സാൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈലിൽ കറുപ്പും വെള്ളയും ഇടക്കലർത്തി പൂശിയിരിക്കുന്നു. കടും നീല നിറത്തിലുള്ള ഡിസൈൻ സൂട്ടായിരുന്നു വേഷം. ജാക്കി, ശിവസഹസ്രനാമം പതിയെ തലത്തിരിച്ച് പെൺകുട്ടിയൊന്ന് നോക്കി. അപ്പാ എങ്കെ? പെൺകുട്ടി അംബാസഡർ കാറിന് നേരെ ഒന്ന് നോക്കി. കം. ശിവസഹസ്രനാമം പതിയെ കാറിന് നേരെ നടന്നു. തൊട്ടു പിന്നാലെ പെൺകുട്ടി, അതിന് പിന്നാലെ ബോഡി ഗാർഡുകൾ. അംബാസഡർ കാറിന് അടുത്തെത്തി ശിവസഹസ്രനാമം ഒന്ന് നിന്നു. കാറിനുള്ളിൽ കമിഴ്ന്നു കിടക്കുന്ന കോവിൽ രാജയെ അയാൾ കണ്ടു. വനത്തിനുള്ളിൽ മുഴക്കത്തോടെ ഒരു കാറ്റ് ഇരമ്പിയടിച്ചു. ചിതറിപ്പറന്നുവെന്ന പാഴിലകൾ എല്ലാവരുടെയും ശരീരത്തിൽ പറ്റിപ്പിടിച്ചു. അപ്പാ! ശിവസഹസ്രനാമം പതിയെ മുഖത്തുനിന്ന് സൺഗ്ലാസ് ഊരി പെൺകുട്ടിക്ക് നീട്ടി. അപ്പാ പോയിട്ടാൻ? അപ്പാവേ കൊല പണിയാച്ച്. ശിവസഹസ്രനാമത്തിൻ്റെ കവിളുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ പതിയെ മിഴികൾ തിരിച്ച് മണിയെയും ഭൂമിനാഥനെയും ഒന്ന് നോക്കി. മണി! ഒരാഴ്ച പോലെയായിരുന്നു വിളി. മണി ഭയന്ന് അടുത്തു ചെന്നു. എന്നെ മണി, സൗഖ്യമാ? ശിവസഹസ്രനാമം പുഞ്ചിരിച്ചുകൊണ്ടാണ് മണിയെ നോക്കിയത്. ഭയം കൊണ്ട് മണിയുടെ കണ്ണുകൾ നേരെ നിൽക്കുന്നില്ലായിരുന്നു. സൗഖ്യമാ മണി? ശിവസഹസ്രനാമം ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു. മണി പതിയെ തലകുലുക്കി. ബ്രേക്ക്ഫാസ്റ്റ് സാപ്പിട്ടാ? അടുത്ത ചോദ്യം വന്നു. മണിയുടെ നാവ് മേലെണ്ണാക്കിൽ ഒട്ടിപ്പിടച്ചതുപോലെയായി. ഞാൻ മണി വിക്കി. വായ മൂടറ! ശിവസഹസ്രനാമം മുരണ്ടു. പിന്നെ മണിയുടെ കണ്ണുകളിലേക്ക് നോക്കി. മുട്ടുകുത്ത്! മണി ഞെട്ടി. ശിവസഹസ്രനാമത്തിൻ്റെ രീതി അതാണ്. മുമ്പിൽ നിൽക്കുന്നവൻ്റെ മനോവീര്യം അപ്പാടെ തകർത്ത് തരിപ്പണമാക്കുന്ന പ്രയോഗം. തൻ്റെ മുമ്പിൽ ആരും നേരെ നിന്ന് സംസാരിക്കുന്നത് ശിവസഹസ്രനാമത്തിന് ഇഷ്ടമല്ല. കേട്ടില്ലടാ, മുട്ടുകുത്ത്! ശിവസഹസ്രനാമത്തിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. മണി ദൈന്യതയോടെ ചുറ്റിനും ഒന്ന് നോക്കി. ഗുണ്ടകളും പോലീസുകാരും നാട്ടുകാരും ഉൾപ്പെടെ 50-ലേറെ ആളുകൾ എല്ലാം കണ്ടു നിൽക്കുകയാണ്. കമോൺ മാൻ! ശിവസഹസ്രനാമത്തിൻ്റെ കണ്ണുകൾ എരിഞ്ഞു. മണി പതിയെ തറയിലേക്ക് മുട്ടുകുത്തി. കൈകുത്ത്! ശിവസഹസ്രനാമം മുരണ്ടു. നായമാതിരി ഉക്കാരടാ! മണി കൈകൾക്ക് കൂടി തറയിലേക്ക് കുത്തി. 4 കാലിൽ നിൽക്കുന്ന മനുഷ്യൻ. കണ്ടു നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണുകളിൽ സഹതാപമായിരുന്നു. മണി! ശിവസഹസ്രനാമം വിളിച്ചു. അയ്യാ! മണിയുടെ കണ്ണുകൾ നിറഞ്ഞു. പറയടാ, എൻ്റെ അപ്പ ഈ അവസ്ഥയിൽ എങ്ങനെ ഇവിടെ വന്നു? അയ്യാ, അത് വന്ന് മണി വിക്കി. എന്നാ മണി ഉനക്ക്? ഐസ് ബക്കറ്റ് ചലഞ്ച് വേണമാ? ശിവസഹസ്രനാമത്തിൻ്റെ കണ്ണുകൾ കുറുകി. ശത്രുവിൻ്റെ വായിലും മേലണ്ണാക്കിലും ചെറിയ ഐസ് ക്യൂബുകൾ തിരികെ കൊല്ലുന്നതാണ് ശിവസഹസ്രനാമത്തിൻ്റെ സ്റ്റൈൽ. അതാണ് ശിവസഹസ്രനാമത്തിൻ്റെ ഐസ് ബക്കറ്റ് ചലഞ്ച്. വേണമാ? ശിവസഹസ്രനാമം ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു. വേണാ? മണിയുടെ കണ്ണുകൾ ഭീതി കൊണ്ട് മെഴിഞ്ഞു. ശരി സൊല്ല്, എന്താ സംഭവിച്ചത്? എന്തിനാ അപ്പോൾ ഒറ്റയ്ക്ക് പോയത്? ഞങ്ങൾ മണി വിക്കി. ഞങ്ങൾ അയ്യാവോട് ആവുന്നത് പറഞ്ഞതാ ഒറ്റയ്ക്ക് പോവരുതെന്ന്. അയ്യ സമ്മതിച്ചില്ല. നിർബന്ധിക്കാൻ ഞങ്ങൾക്ക് ഭയമായിരുന്നു. ശിവസഹസ്രനാമം ഇമയനക്കാതെ മണിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. എന്താ അവൻ്റെ പേര്? പ്രഭുരാമൻ ശ്രീരാമൻ. അവൾ ജ്യോതികയല്ലേ? ആ. നിങ്ങളുടെ മുമ്പിലൂടെ അവർ അപ്പാവയും കൊണ്ടുപോയി അല്ലേ? ആ. ഹ്യൂജ് മിസ്റ്റേക്ക്. ശിവസഹസ്രനാമം ഒന്ന് തലകുലുക്കി. പെനാൽറ്റി വേണ്ടേ മണി? ആ മിസ്റ്റേക്കിനുള്ള ശിക്ഷ? അയ്യാ! മണി ഭീതിയോടെ വിളിച്ചു. എഴുതിരി! ശിവസഹസ്രനാമം മുരണ്ടു. എഴുന്നേൽക്കടാ വയസ്സൻ പട്ടി! മണിയുടെ കണ്ണുകൾ തുളുമ്പി ഇറ്റു. കോവിൽ രാജ ഒരിക്കലും ഇങ്ങനെ പെരുമാറിയിട്ടില്ല. മണി എന്ന വിളിയിൽ സ്നേഹവും കരുതലും ബഹുമാനവും ഉണ്ടായിരുന്നു. മണി പതിയെ എണീറ്റു. ജാക്കി! ശിവസഹസ്രനാമം തിരിഞ്ഞ് പെൺകുട്ടിയൊന്ന് നോക്കി. പെൺകുട്ടി മുമ്പോട്ട് വന്നു. വലതുകാലിൽ നിന്ന് ചെരുപ്പ് പതിയെ ഊരിയെടുത്തു. പിന്നെ ആയമെടുത്ത് മണിയുടെ മുഖത്ത് ഒറ്റയടി. കണ്ടു നിന്നവർ കിടുങ്ങിപ്പോയി. പോതും!
ശിവസഹസ്രനാമം കൈ ഉയർത്തി. മണിയുടെ മേൽചുണ്ട് പൊട്ടി ചോര പല്ലുകൾക്കിടയിലൂടെ പരന്നിറങ്ങുന്നുണ്ടായിരുന്നു. ഡോണ്ട് റിപ്പീറ്റ് ദിസ് മിസ്റ്റേക്സ്. ശിവസഹസ്രനാമം മണിയൊന്ന് നോക്കി, ഭൂമിനാഥനെയും. ശിവസഹസ്രനാമം തിരിഞ്ഞ് അംബാസഡർ കാറിന് നേരെ വന്നു. പിന്നെ മുൻഡോർ തുറന്നു. കോവിൽ രാജിയുടെ മുറിഞ്ഞുമാറിയ കഴുത്തിലേക്ക് കറുത്തു പരന്നൊട്ടിയ ചോരയിലേക്ക് നോക്കിയിട്ട് ആ ശരീരം പിന്നിലേക്ക് നിവർത്തി. സാർ, മീന ഓടി വന്നു. എവിഡൻസ്? ശിവസഹസ്രനാമം മീനയെ തറപ്പിച്ചെന്ന് നോക്കി. പിടിച്ചു നിർത്തിയതുപോലെ മീന നിന്നു. സീറ്റിലേക്ക് മലർന്ന കോവിൽ രാജയുടെ തുറിച്ച കണ്ണുകളിലേക്ക് നോക്കി ശിവസഹസ്രനാമം 1-2 നിമിഷം നിന്നു. അപ്പാ, ശിവസഹസ്രനാമം പതിയെ വിളിച്ചു. കണ്ണുകളിൽ ഒരു നീർത്തുള്ളി ഉരുക്കി തിളച്ചുകൊണ്ടിരുന്നു. നിമ്മതിയാ തൂങ്കപ്പാ, നിമ്മതിയാ തൂങ്ക്. ശിവസഹസ്രനാമം കയ്യെത്തിച്ച് കോവിൽ രാജയുടെ നെറുകയിലൊന്ന് തലോടി. പിന്നെ തല തിരിച്ച് മീനയൊന്ന് നോക്കി. എടി, ഇവിടെ വാ. മീന ഞെട്ടിപ്പോയി. തൻ്റെ സഹപ്രവർത്തകരുടെയും കേരള പോലീസിൻ്റെയും മുമ്പിൽ വെച്ചാണ് എടി എന്ന വിളിയും ആജ്ഞയും. മുമ്പോട്ട് ചെല്ലാതെ മീനയ്ക്ക് തരമില്ലായിരുന്നു. നീ കണ്ടോ എൻ്റെ അപ്പാവെ? അയാൾ ചോദിച്ചു. ശിവ, പ്ലീസ്. യാചിക്കും മട്ടിലായിരുന്നു മീനയുടെ സ്വരം. കോവിൽ രാജ എന്ന പെരിയോർ രാജ. എൻ്റെ അപ്പ ഒരു കാർ അപകടത്തിൽ മരിച്ചു. അങ്ങനെയേ ആകാവൂ പോലീസ് റെക്കോർഡ്, അങ്ങനെയേ ആകാവൂ വാർത്തകൾ, അങ്ങനെയേ എൻ്റെ അപ്പാവിടെ മരണവാർത്ത പുറം ലോകം അറിയാവൂ. കേട്ടല്ലോ? മീന അന്താളിച്ചു പോയി. ശിവ, ബട്ട് അങ്ങനെ ചെയ്താൽ പ്രഭുവും ജ്യോതികയും രക്ഷപ്പെടില്ലേ? രക്ഷപ്പെടില്ല. തീർത്തും ശാന്തമായിരുന്നു ശിവസഹസ്രനാമത്തിൻ്റെ സ്വരം. പുഴുക്കളേക്കാൾ ചെറിയ 2 മനുഷ്യൻ്റെ കൈകൾ കൊണ്ട് എൻ്റെ അപ്പം കൊല്ലപ്പെട്ടു എന്ന് ചരിത്രം എഴുതിയാൽ അസ്ഥികൾ പൂത്താലും തീരില്ല അപമാനം. യു ഗോട്ട് ഇറ്റ്. നിനക്ക് മനസ്സിലായോടേ? ബ്ലേഡിനേക്കാൾ മൂർച്ചയായിരുന്നു ശിവസഹസ്രനാമത്തിൻ്റെ സ്വരത്തിന്. അയാൾ തല തിരിച്ച് തൻ്റെ പിന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി. പിന്നെ വീണ്ടും മീനയുടെ നേരെ തിരിഞ്ഞു. ഇവൾ ജാക്കിലിൻ, മൈ പേഴ്സണൽ ബോഡി ഗാർഡ്, ലീഗൽ അഡ്വൈസർ ആൻഡ് മാനേജർ. നിയമത്തിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ളവളാ. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ജാക്കിയോട് ചോദിച്ചാൽ മതി. ശിവസഹസ്രനാമം കോവിൽ രാജയ്ക്ക് നേരെ ഒന്നുകൂടി നോക്കിയിട്ട് ഹമ്മർ ലിമോസിന് നേരെ നടന്നു. മണി. നടുക്കത്തിനിടെ ശിവസഹസ്രനാമം വിളിച്ചു. വാ. മണിയോടി പിന്നാലെ ചെന്നു. ഹമ്മർ ലിമോസിൻ്റെ ഡോർ ശിവസഹസ്രനാമം തുറന്നു. മിനി കോൺഫറൻസ് ഹാൾ പോലത്തെ സെൻറ്റർ പോർഷനിൽ ഒരു ഡിജിറ്റൽ ലോക്കർ ഉണ്ടായിരുന്നു. അത് ശിവസഹസ്രനാമം തുറന്നു. പിന്നെ അതിൽ നിന്ന് ഒരു തുകൽ ബാഗെടുത്ത് മണിക്ക് നേരെ നീട്ടി. 50 lakhs, പോലീസുകാർക്ക് വേണ്ടി മാത്രം. ഞാൻ പറയുന്നത് ചെയ്യാൻ. മണി തലകുലുക്കി. ജാക്കി. ശിവസഹസ്രനാമം ജോക്കിലിനെ നോക്കി. ചെല്ല്, പോയി എൻ്റെ അപ്പ അവിടെ അടുത്ത് നിൽക്ക്. ജാക്കിലിൻ തലകുലുക്കി. ശിവസഹസ്രനാമം ഹമ്മർ ലിമോസിലേക്ക് കയറി. ഡോർ അടഞ്ഞു. കണ്ണിലെ നനവ് ടിഷ്യൂ പേപ്പർ കൊണ്ട് ശിവസഹസ്രനാമം പതിയെ ഒപ്പി. പ്രഭു, ജ്യോതിക. ശിവസഹസ്രനാമത്തിൻ്റെ ചോരയിൽ വെടിമരുന്ന് നിറഞ്ഞു തുടങ്ങി. ചെകുത്താൻമല. ആശാന്റെ വീടിന് പിന്നിലായി 2 മിനി ലോറികൾ വന്നു നിന്നു. പിന്നാലെ ആശാന്റെ ജീപ്പ്. ജീപ്പിൽ നിന്ന് ആശാൻ ഇറങ്ങി. ലോറികളിൽ നിന്ന് 8 പണിക്കാരും. ലോറികളിൽ നിറയെ വിറകായിരുന്നു. ആശാനും പണിക്കാരും വീടിന് നേർക്ക് വന്നു. മാർക്കോസേ, വേഗം വേണം, ആശാൻ പണിക്കാരുടെ നേതാവിനോട് പറഞ്ഞു. വീടിനുള്ളിലെ സാധനങ്ങൾ പുറത്തേക്ക് മാറ്റുകയാണ് ആദ്യം ചെയ്തത്. തറയിലെ ചോര മുഴുവൻ ഡെറ്റോൾ ഒഴിച്ച് ആശാൻ രാത്രി തന്നെ കഴുകിക്കളഞ്ഞിരുന്നു. ഭിത്തിയിൽ ചിതറിയ ചോരയ്ക്ക് മീതെ കുമ്മായവും പൂശി. മിനി ലോറികളിൽ നിന്നിറക്കിയ വിറക് മുഴുവൻ വീട്ടിലെ മുറികളിൽ നിറയ്ക്കാൻ തുടങ്ങി. 1 മണിക്കൂർ കൊണ്ട് ആ ജോലി തീർന്നു. വീടിപ്പോൾ ഒരു വിറക് പുര. മുറ്റത്തിറക്കി വെച്ചിരുന്ന വീട്ടു സാധനങ്ങൾ ലോറികളിലേക്കും കയറ്റി. എന്നാൽ പിന്നെ നിങ്ങൾ വിട്ടോടാ. ആശാൻ മാർക്കോസിനെയും പണിക്കാരെയും നോക്കി. മിനി ലോറികൾ 2ഉം കാപ്പിത്തോട്ടത്തിലൂടെ തിരിച്ചുപോയി. ആശാൻ വീടിന് നേർക്കൊന്ന് നോക്കി. പിന്നെ സ്വയം അഭിനന്ദിക്കും മട്ടിൽ ഒന്ന് തലക്കുലുക്കിയിട്ട് പിറുപിറുത്തു. നമ്മളാരാ പുള്ളി? കാപ്പിത്തോട്ടത്തിൽ നിന്ന് വാഹനങ്ങളുടെ ഇരമ്പിൽ കേട്ടു. 3 പോലീസ് വാഹനങ്ങൾ വരുന്നുണ്ടായിരുന്നു. മുമ്പിൽ വന്നത് മാമല്ലപുരം SI രവികുമാറിൻ്റെ ജീപ്പായിരുന്നു. അതിനു പിന്നാലെ മീനാഭാസ്കറിൻ്റെ ഫോർച്യൂൺ വാൻ. അതിനു പിന്നാലെ തമിഴ്നാട് SI മാമുക്കുട്ടിയും സംഘവും കയറിയ ജീപ്പ്. വാഹനങ്ങളിൽ നിന്നു എല്ലാവരും ഇറങ്ങി. SI രവികുമാറായിരുന്നു മുമ്പിൽ. ആഹാ, രവിയോ? എന്നോണ്ട് രവി സാറെ വിശേഷം? കൊച്ചിൻ്റെ പനിയൊക്കെ മാറിയോ? മഞ്ഞപ്പിത്തമല്ലായിരുന്നോ? ഞാൻ കുറച്ച് കീഴാർനെല്ലി കൊടുത്തു വിട്ടായിരുന്നല്ലോ. രവികുമാറിൻ്റെ മുഖത്തൊരു വിളറിയ ചിരിയുണ്ടായി. ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് തന്നെ ആശാനും ലോക്കൽ പോലീസ് തമ്മിലുള്ള ബന്ധം മീനയ്ക്ക് മനസ്സിലായി. എന്നതാ രവികുമാർ പ്രശ്നം? ആശാൻ ഒന്നും അറിയാത്ത പോലെ രവികുമാറിനെ നോക്കി. അത് പിന്നെ രവികുമാർ ഒന്ന് വെക്കി. തമിഴ്നാട് പോലീസ് ടീമാ. ഇവർക്ക് ആശാനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. ചോദ്യം ചോദിക്കാനോ? എന്നതാ കോടീശ്വര പരിപാടിയാണോ? എനിക്ക് അങ്ങനെ വലിയ ജനറൽ നോളജ് ഒന്നും ഇല്ല. ഞാൻ ഉണ്ടാക്കിത്തരാം. മീന ആശാൻ്റെ മുമ്പിലേക്ക് വന്നു. എന്താ തൻ്റെ പേര്? എൻ്റെ പേര് രവിക്കുട്ടി, സൺ ഓഫ് മാത്തുക്കുട്ടി ആൻഡ് ഒറോദ. 2 പേരും ജീവിച്ചിരിപ്പില്ല. കർത്താവിൽ സ്വർഗനിദ്ര. രവികുമാർ ചിരി കടിച്ചമർത്തി നിൽക്കുകയായിരുന്നു. മീനയെയും കൂട്ടരെയും നിസാരവൽക്കരിക്കുന്ന ഒരു ചിരി ആശാൻ്റെ മുഖത്തുണ്ടായിരുന്നു. അത് മീനയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. വിരട്ടൽ നടക്കില്ലെന്ന് മീനയ്ക്ക് മനസ്സിലായി. ഇവിടെ അടുത്തൊരു അപകടമരണം നടന്നു. താൻ അറിഞ്ഞോ? മീന ആശാൻ്റെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി. തമിഴ്നാട്ടിലെ ഒരു വലിയ ബിസിനസ്മാൻ. വല്ല പാണ്ഡ്യൻ ചത്തത് ഞാനെങ്ങനെ സാറേ അറിയുന്നത്? ആശാൻ തിരിച്ചു ചോദിച്ചു.
കോവിൽ രാജയുടെ കൊലപാതകം അപകട മരണമാക്കി മാറ്റാൻ ശിവസഹസ്രനാമം പറഞ്ഞ സ്ഥിതിക്ക് ഇനി കൊലപാതക കേസിൽ ആശാനെ കൊടുക്കാൻ കഴിയില്ല എന്ന് മീനയ്ക്ക് അറിയാമായിരുന്നു. അറിയേണ്ടത് പ്രഭുവും ജ്യോതികയും എവിടെയാണെന്നാണ്. ഒരു വലിയ കവർച്ച കേസിൽ ഞങ്ങൾ തേടുന്ന രണ്ടുപേരെ, തൻ്റെ പരിചയക്കാരനായ പ്രഭുവിനെയും അവൻ്റെ കൂടെയുള്ള പെണ്ണ് ജ്യോതികയെയും താൻ ഇവിടെ ഒളിപ്പിച്ച് താമസിപ്പിച്ചതായി ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അത് വിവരമല്ല സാറേ, വിവരക്കേടാ. ഞാൻ ആരെയും താമസിപ്പിച്ചിട്ടില്ല. വീട് തുറക്ക് താൻ. ആശാനൊന്ന് മടിച്ചിട്ട് വീട് തുറന്നു. വീട്ടിലേക്ക് നോക്കിയ മീന അമ്പരന്ന് പോയി. ആരെങ്കിലും താമസിച്ചതിൻ്റെ ഒരു ലക്ഷണവുമില്ല. വീടിനുള്ളിലേക്ക് കടന്നതും ഡെറ്റോളിൻ്റെ ഗന്ധം മീനയുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. ഇവിടെ എന്താ ഡെറ്റോൾ? മീന ചോദിച്ചു. ഞാൻ ഡെറ്റോൾ ഒഴിച്ചാ മാഡം തറ തുടയ്ക്കുന്നത്. രോഗാണുക്കളെയും കീടാണുക്കളെയും അകറ്റി നിർത്താനാ. രോഗാണുക്കൾ ആരാ പുള്ളി? മീന ചുറ്റുമൊന്ന് നോക്കി. ഭിത്തിയിൽ ഒരിടത്ത് മാത്രം പുതുതായി വെള്ളം പൂശിയിരിക്കുന്നത് കണ്ടു. മീനയുടെ മിഴികളൊന്ന് തിളങ്ങി. നഖം കൊണ്ട് മീന അവിടെ ഒന്ന് ചുരണ്ടി. ചോരപ്പാടുകൾ തെളിഞ്ഞു വന്നു. ഇതെന്താണോ? മീന തിരിഞ്ഞ് ആശാനെ നോക്കി. ക്യൂടെക്സാ മാഡം, ആശാൻ നിഷ്കളങ്കമായി പറഞ്ഞു. ഇന്നലെ ഞാൻ എൻ്റെ നഖത്തേലടിച്ചത് അറിയാതെ വീണതാ, കണ്ടില്ലേ? ആശാൻ രണ്ട് കൈ നീട്ടി കാണിച്ചു. പിന്നെ കാലും. ആശാൻ്റെ കയ്യിലെയും കാലിലെയും നഖങ്ങളിൽ കടുത്ത ചുവപ്പ് നിറത്തിലുള്ള ക്യൂടെക്സ് പൂശിയിരുന്നു. കുഴിനഖമാ, അതാ കാലയിലും കൂടെ തനിച്ചങ്ങ് പടിഞ്ഞത്. മീനയ്ക്ക് പിന്നെയൊന്നും ചോദിക്കാനില്ലായിരുന്നു. 1-2 മിനിറ്റ് കൂടി മീന വീടിനുള്ളിൽ ചുറ്റി തിരിഞ്ഞു നിന്നു. അടുത്ത നിമിഷം ഫോൺ ബെല്ലടിച്ചു. മീന ഫോൺ എടുത്തു. മറുവശത്ത് മണിയായിരുന്നു. ഹലോ മാഡം. മറുവശത്ത് നിന്ന് മണിയുടെ വിളി കേട്ടു. പിന്നെ ഒറ്റ വാചകത്തിലായിരുന്നു മെസ്സേജ്. ശിവസാർ വിളിക്കുന്നു, ഉടൻ വരാൻ. ചില പ്രധാന വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. മീന ഫോൺ വെച്ചു. പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ തല തിരിച്ച് ആശാനൊന്ന് നോക്കി. തന്നെ ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട്. ഓ. ആശാൻ ഭവ്യതയോടെ തലകുലുക്കി. മീനയും സംഘവും തിരികെ വാഹനങ്ങളിലേക്ക് കയറി. വാഹനങ്ങൾ തിരിച്ചു പോകുന്ന ശബ്ദം ആശാൻ കേട്ടു. വനത്തിന് നടുവിലെ ഒരു വലിയ പാറയുടെ മീതെയായിരുന്നു പ്രഭുവും ജ്യോതികയും മേരിയും. മേരിയുടെ കയ്യിലൊരു ഇരട്ടക്കുഴൽ തോക്കുണ്ടായിരുന്നു. കേട്ടോ ചായ, വ്യാളിമുഖി എന്ന ഈ പാറയുടെ പേര്, മേരി പ്രഭുവിനെ നോക്കി പറഞ്ഞു. താഴെ നിന്ന് നോക്കിയാൽ വ്യാളിയുടെ തല പോലെയാ ഇതിൻ്റെ ആകൃതി. കൗതുകം നിറഞ്ഞ കണ്ണുകളുടെ ജ്യോതിക ചുറ്റും നോക്കുകയായിരുന്നു. പച്ചപ്പും പൂക്കളുമാണ് ചുറ്റും, പല വർണ്ണത്തിലുള്ള പൂക്കൾ. താഴെ നിന്ന് ഒരു അരുവിയുടെ ഇരമ്പൽ, പതിയെ തഴുകി കടന്നു പോകുന്ന കാറ്റിനെ കൊതിപ്പിക്കുന്ന ഗന്ധം. ആകെ നേർത്ത ഒരു അസ്വസ്ഥത തോന്നുന്നത് മേരി പ്രഭുവിനോട് കാണിക്കുന്ന അമിത സ്വാതന്ത്ര്യമാണ്. ഇച്ചായ എന്ന തേൻ പുരുട്ടിയുള്ള വിളി, കയ്യിൽ പിടിച്ചും തോളോട് ചേർന്നു നിന്നുമുള്ള സംസാരം, അധികാരത്തോടെയുള്ള ഇടപെടൽ. അടുത്ത നിമിഷം ജ്യോതികയ്ക്ക് നാണക്കേട് തോന്നി. താനെന്തിനാണ് അതിൽ അസ്വസ്ഥതയാവുന്നത്? മേരിക്കുള്ള അതേ അടുപ്പവും അവകാശമല്ലേ തനിക്കുമുള്ളൂ? അടുത്ത നിമിഷം മനസ്സ് തിരിച്ചൊരു ചോദ്യവും ചോദിക്കും. അത്രയുള്ളോ? ജ്യോതിക എന്താ ആലോചിക്കുന്നത്? മേരി അവളെ നോക്കി. വനത്തിലേക്ക് ഇരട്ടക്കുഴൽ തോക്ക് ഉന്നം പിടിച്ചുകൊണ്ടായിരുന്നു മേരിയുടെ ചോദ്യം. അടുത്ത നിമിഷം വെടിപൊട്ടി. ജ്യോതിക കിടുങ്ങിപ്പോയി. പൊന്തക്കാടുകൾ ചിതറി മാറുന്നത് കണ്ടു. അതിനിടയിൽ നിന്ന് ഒരു കാട്ടുമുയൽ കുതിച്ചോടുന്നു. വേണ്ടെന്ന് വെച്ചതാ. മേരി ചിരിയോടെ പ്രഭുവിനെ നോക്കി. അല്ലെങ്കിലേ ഇച്ചായന് വൈകിട്ട് കാട്ടുമുയലിനെ റോസ്റ്റ് ചെയ്ത് തന്നേനെ. മേരി തിരിഞ്ഞു. അപ്പനപ്പന്മാരുടെ കാലം തൊട്ടേയുള്ള തോക്ക. എത്ര കൊമ്പന്മാരുടെ തലച്ചോറ് ചെതറിയിട്ടുണ്ടെന്ന് അറിയാമോ? പകച്ചു നിൽക്കുകയായിരുന്നു ജ്യോതിക. നമുക്കൊരു രാത്രി ഹണ്ടിങ്ങിന് പോകണം കേട്ടോ ഇച്ചായ. മേരി പ്രഭുവിനെ നോക്കി. രാത്രിയില വനം കാണാൻ ഭംഗി. എന്ത് രസമാ. കവിത വരെ പാടാൻ തോന്നും. കയ്യിലൊരു തോക്കുള്ളത് പോരെ, അതിൻ്റെ കൂടെ കവിതയും കൂടി പാടണോ? പ്രഭു കുസൃതിയിൽ മേരിയെ നോക്കി. യു നോട്ടി ഇച്ചായ. മേരി ഉറക്കെ ചിരിച്ചുകൊണ്ട് പ്രഭുവിൻ്റെ ചുമലിൽ ആഞ്ഞൊരു ഇടിയിടിച്ചു. പ്രഭുവും ചിരിയിൽ പങ്കുചേർന്നു. ജ്യോതിക കൂർത്ത മിഴികളോടെ പ്രഭുവിനെ ഒന്ന് നോക്കി. കൺകോണിലൂടെ പ്രഭു ആ നോട്ടം കണ്ടു. പെട്ടെന്ന് ഓർത്തതുപോലെ മേരി പറഞ്ഞു. അയ്യോ, എനിക്ക് ഫാം ഹൗസിലെത്തണം. ഇന്നെൻ്റെ കുതിരക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട ദിവസമാണ്. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ കുറച്ചു നേരം കൂടി ഇവിടെ നിന്നിട്ട് പോരെ. എന്തായാലും സന്ധ്യയാവാൻ നിൽക്കണ്ട. തിരിച്ചു വരാനുള്ള വഴി അറിയാമല്ലോ. അറിയാം. ജ്യോതികയാണ് ചാടിക്കയറി പറഞ്ഞത്. പ്രഭുവിൻ്റെ ചുണ്ടിലൊരു കുസൃതി ചിരിയുണ്ടായി. അപ്പോൾ ശരി, വൈകിട്ട് കാണാം പറഞ്ഞിട്ട് മേരി തിരിച്ചു നടന്നു. ഒരു ശ്വാസം മുട്ടൽ ഇല്ലാതാവുന്നത് പോലെ ജ്യോതികയ്ക്ക് തോന്നി. അവൾ മിഴികൾ തിരിച്ച് പ്രഭുവിനെ തുറച്ചു നോക്കി. കരാട്ടക്കാരി ഇടിച്ചപ്പോൾ വലിയ സുഖമായിരുന്നെന്ന് തോന്നല്ലോ. നിന്ന് ചിരിക്കുന്നത് കണ്ടു. അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവന് വീണ്ടും ചിരി വന്നു. നീ ഇടിച്ചോടി? മിക്കവാറും തൊഴിക്കേണ്ടി വരും, നിങ്ങളെയല്ല. അവൾ പിറുപിറുക്കുന്നത് പ്രഭു കേട്ടു. അരമണിക്കൂർ കൂടി അവർ അവിടെ നിന്നു. ആകാശത്ത് മഴക്കാർ കണ്ടപ്പോൾ തിരികെ നടക്കാൻ തുടങ്ങി. വനത്തിലൂടെയുള്ള പാതയിൽ അരണ്ട വെളിച്ചമേ ഉണ്ടായിരുന്നുള്ളൂ. പൊടുന്നനെ മഴ ചാറാൻ തുടങ്ങി. ജ്യോതിക തൻ്റെ ഷാൾ എടുത്തു. അത് അവർ ഒരു കുട പോലെ തലയ്ക്ക് മീതെ വിടർത്തി പിടിച്ചു. പെൺകുട്ടികൾ ഷാൾ ഉപയോഗിക്കുന്നതിൻ്റെ ഗുട്ടൻസ് ഇപ്പോഴാണ് പിടികിട്ടിയത്. അവൻ ചിരിയോടെ അവളെ നോക്കി. നേരെ നോക്കി പോ. ജ്യോതിക കൃത്രിമ ഗൗരവത്തോടെ കണ്ണുരുട്ടി. അല്പം കൂടി മുമ്പോട്ട് ചെന്നതും പ്രഭു അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. തങ്ങളെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ? ജാഗ്രതയോടെ അവൻ്റെ കണ്ണുകൾ ചുറ്റുമൊന്ന് വട്ടം കറങ്ങി. ഉവ്, മരങ്ങൾക്കിടയിൽ പതിയെ കാലൊച്ചകളുണ്ട്. അടുത്ത നിമിഷം മരങ്ങളുടെ അപ്പുറത്തുനിന്ന് നീണ്ടു നിൽക്കുന്ന മടവാളിൻ്റെ തുമ്പുകൾ കണ്ടു. അവൻ്റെ മിഴികളൊന്ന് പിടഞ്ഞു. തലയും മുഖവും പ്ലാസ്റ്റിക് ചാക്കുകൊണ്ട് മൂടിക്കെട്ടിയ 8 പേർ മടവാളുകളുമായി വഴിയിലേക്ക് ഇറങ്ങി. കണ്ണുകളുടെ സ്ഥാനത്ത് ചാക്കു തുളച്ച് ദ്വാരമിട്ടിട്ടുണ്ട്. ഏട്ടാ. ജ്യോതിക പ്രഭുവിൻ്റെ ചുമലിൽ അള്ളിപ്പിടിച്ചു. മുമ്പിൽ വന്നയാൾ പ്രഭുവിന് നേരെ മടവാൾ നീട്ടി. കുഞ്ഞുടെ തല മണ്ണുക്ക്, പൊണ്ണുടെ ഉടൽ തലയിൽ വെക്ക്.
ഏട്ടാ, ജ്യോതിയുടെ ഭയം കൊണ്ടുള്ള നേർത്ത കരച്ചിൽ കേട്ടു. മുഖവും തലയും പ്ലാസ്റ്റിക് കൂട് കൊണ്ട് മൂടിക്കെട്ടിയ ഗുണ്ടകൾ പതിയെ പ്രഭുവിനെ വലം വച്ചു നിന്നു. മച്ചാ, വടിവാളുമായി മുമ്പിൽ നിന്ന് അയാൾ പ്രഭുവിനെ വിളിച്ചു. വാങ്കട മച്ചാ, അപ്പുറം തൂങ്കിടാ. ഇടിമിന്നൽ പോലെ മടവാൾ ചീറി വന്നു. തലയ്ക്ക് നേരെ വന്ന വെട്ട് പ്രഭു കൈകൊണ്ട് തടുത്തു. പിന്നെ വെട്ടിയവൻ്റെ കൈത്തണ്ടയിലും ഇടുപ്പിലും പൊക്കി അടുത്തു നിന്ന മരത്തിൽ ഒറ്റയിടി. ഒരു ഞരക്കത്തോടെ അയാൾ താഴെ വീണു. പിന്നിൽ നിന്ന് വന്നവനെ കുനിഞ്ഞ് മുതുവിന് മുകളിലൂടെ മുമ്പിലേക്ക് പറത്തിവിട്ടു. എടി! ഇതിനിടയിൽ പ്രഭു തിരിഞ്ഞ് ജ്യോതികയെ വിളിച്ചു. ചാറ്റൽ മഴ നനയാതെ അങ്ങോട്ട് മാറി നിന്ന് കളി കണ്ടോ, ഇതിപ്പം തീരും. മുഖം മൂടിക്കെട്ടിയ ചാക്കിന് മീതെയായിരുന്നു അടുത്ത പഞ്ചുകൾ. 3 പേർ കൂടി താഴെ വീണു. മറ്റു 3 പേർ അടുക്കാതെ മാറി നിന്നതേയുള്ളൂ. വാടാ വാ, പ്രഭു അവരെ തലയാട്ടി വിളിച്ചു. സ്റ്റോക്ക് ക്ലിയറൻസാ, ഇവിടെ ആണെങ്കിൽ പോസ്റ്റുമില്ല. അടുത്ത നിമിഷം ഒരു കുതിരയുടെ കുളമ്പടി ശബ്ദം കേട്ടു. തറയിൽ വീണ് കിടന്ന മല്ലന്മാർ ഉൾപ്പെടെ ചാടിപ്പിടഞ്ഞെണീറ്റു. ചാറ്റൽ മഴയ്ക്ക് താഴെ കൂടി ഒരു വെള്ളക്കുതിര പാഞ്ഞു വരുന്നത് പ്രഭു കണ്ടു. അതിനു മീതെ പ്രഭുവിൻ്റെയും ജ്യോതിയുടെയും കണ്ണുകളിടുങ്ങി. മേരി പാഞ്ഞു വന്ന കുതിര നിന്നു. അതിനു മീതെ നിന്ന് മേരി ചാടിയിറങ്ങി. മല്ലന്മാർ മുഖവും തലയും മൂടിയ പ്ലാസ്റ്റിക് ചാക്കുകൾ അഴിച്ചു മാറ്റിയിരുന്നു. ഇപ്പോൾ അവരുടെ മുഖത്ത് ആരാധന കലർന്ന പുഞ്ചിരിയാണെന്ന് അവർ കണ്ടു. കലക്കി ചായ. മേരി വന്ന് പ്രഭുവിൻ്റെ കൈ പിടിച്ചു. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തല്ലേ ചായനെ, എൻ്റെ കരാട്ടെ പിള്ളേരെ വെച്ച്. ഇച്ചായം കിടു തന്നെ. ഉരച്ചു നോക്കിയാൽ തീപ്പൊരി പാറും. മേരി പറഞ്ഞു നിർത്തിയതും പ്രഭു കൈവലിച്ച് മേരിയുടെ ഇടത് ചുമലിന് മീതെ ആഞ്ഞൊരു ഇടി കൊടുത്തു. ജ്യോതികയും മറ്റുള്ളവരും ഞെട്ടിപ്പോയി. കുരുപ്പേ, പോക്രിത്തരം കാണിക്കുന്നോ? പ്രഭു പല്ലു ഞെരിച്ചു. തീപ്പൊരി മാത്രമല്ല, ഇപ്പം നിന്റെ കണ്ണിൽ നിന്ന് പൊന്നിച്ചം കൂടി പറഞ്ഞില്ലേ? ജ്യോതികയും കുറ്റപ്പെടുത്തും മട്ടിലാണ് മേരിയെ നോക്കിയത്. ചുമൽ നന്നേ നൊന്തെങ്കിലും മേരിയുടെ മുഖത്തൊരു ചിരിയായിരുന്നു. ഇതും കലക്കി ചായ. എൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കിട്ടാതെ ഞാൻ ശരിയാവത്തില്ലെന്ന്. ഇനിയിപ്പം ഇച്ചായനുണ്ടല്ലോ എൻ്റെ കൂടെ, ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പൊട്ടിക്കാൻ. മേരി ചിരിച്ചു. ജ്യോതിയുടെ മിഴികൾ വീണ്ടും കൂർത്തു. മേരിയുടെ ശിഷ്യന്മാർ ഓരോരുത്തരായി വന്ന് പ്രഭുവിന് കൈകൊടുത്തു. ചിലർ ആശ്രയിച്ചു. നിങ്ങൾ പോയിക്കോ, മേരി അവരോട് പറഞ്ഞു. വരട്ടെ അണ്ണാ. സംഘത്തിൻ്റെ നേതാവെന്ന് തോന്നിച്ചയാൾ പ്രഭുവിനെ നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. പിന്നാലെ മറ്റുള്ളവർ. മേരി തിരിഞ്ഞ് കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് നടന്നു. ഇച്ചായനെ എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? മേരി പ്രഭുവിനെ നോക്കി. ഉണ്ടായിരുന്നു, അത് പക്ഷെ ഒരെണ്ണം തന്നപ്പം തീർന്നു. ഓ താങ്ക് ഗോഡ്, മേരി ചിരിച്ചു. ജ്യോതിയുടെ മുഖം കനത്ത് തന്നെയായിരുന്നു. ജ്യോതിക്ക് കരാട്ടെ പഠിക്കണോ? മേരി ചോദിച്ചു. ഞാൻ പഠിപ്പിക്കാം. എനിക്കെങ്ങും വേണ്ട. എടുത്തടിച്ചതുപോലെ അവളുടെ മറുപടി വന്നു. ഞാൻ യുദ്ധത്തിനൊന്നും പോകുന്നില്ലല്ലോ. ആഹാ, അത് കൊള്ളാം, മേരി ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. പെൺപിള്ളേർ ഇതൊക്കെ പഠിക്കുന്നത് യുദ്ധത്തിന് പോവാനും ആരെങ്കിലും തല്ലാനുമല്ല, സ്വയരക്ഷിക്കുക. മേരി ഒന്ന് നിർത്തി. നമ്മുടെ പെൺപിള്ളേരെല്ലാം സ്വയരക്ഷിക്കുള്ള ടെക്നിക്ക് പഠിച്ചിരിക്കണം. സർക്കാരിൻ്റെ സ്ത്രീകൾക്കായുള്ള നിർഭയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ സെൽഫ് ഡിഫൻസ് വനിതാ കോളേജുകളിലും കുടുംബശ്രീയിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വനിതാ MLA-മാരെ കൂടി പഠിപ്പിച്ചാൽ നന്നായിരിക്കും. പ്രഭു ചിരിച്ചു. നിയമസഭയ്ക്കകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും. മേരിയും ചിരിച്ചു. ആ, ഇവനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. മേരി തിരിഞ്ഞ് കുതിരയെ നോക്കി. ഇവനാണ് കർണൻ രണ്ടാമൻ. ഇവൻ്റെ ഒരു ടിൻ ബ്രദറുണ്ട്, കർണൻ ഒന്നാമൻ. കക്ഷി എറണാകുളത്താ. പ്രഭു കുതിരയൊന്ന് നോക്കി. കരുത്തനാണ്. സിൽക്ക് നാര് പോലത്തെ കുഞ്ചുരാമങ്ങൾ കാറ്റിൽ ഇളകുന്നു. 15 മിനിറ്റ് നേരത്തെ നടത്തം. അവർ വിശാലമായ മൈതാനത്തെത്തി. മൈതാനത്തിന് നടുവിൽ ഫാം ഹൗസ്. ഇച്ചായന് ഹോഴ്സ് റൈഡിങ് അറിയാമോ? മേരി ചോദിച്ചു. അറിയാം. തിരുമംഗലത്ത് ഞാൻ താമസിക്കുന്നിടത്തൊരു കുതിരവണ്ടിക്കാരനുണ്ട്, ആറുചാമി. മീനാക്ഷി കോവിലിന് മുമ്പിൽ കുതിരവണ്ടി ഓടിക്കുന്നവനാ. ഞായറാഴ്ച അപ്പുകുട്ടിയും ഞാനുമൊക്കെ കുതിരപ്പുറത്ത് കയറും. അപ്പുകുട്ടി അവൻ്റെ പിള്ളേരും കൊണ്ടുവരും. പ്രഭു പറഞ്ഞു. എന്നാൽ കർണനൊന്ന് ഓടിച്ചേ, ഒരു റൗണ്ട്. അയ്യോ ഏട്ടാ വേണ്ട, മേരി പറഞ്ഞത് ജ്യോതിക ഇടയ്ക്ക് കയറി. അതിൻ്റെ പുറത്തെങ്ങാനും വീഴും. പിന്നെ വീണു. മേരി നിസ്സാരമായി ചുണ്ടുപൊട്ടി. ഇച്ചായം കയറ്. പ്രഭു ജ്യോതികയെ ഒന്ന് നോക്കി. ഒരു കൈ നോക്കാം അല്ലേടി, പറഞ്ഞിട്ട് അവൻ കുതിരയുടെ ജീനിയിൽ ചവിട്ടിക്കയറി. കർണൻ രണ്ടാമനൊന്ന് ചിനച്ചു. പ്രഭു കടിഞ്ഞാൻ അനക്കിയതും കുതിര ഓടിത്തുടങ്ങി. ജ്യോതിക കൗതുകത്തോടെ നോക്കി നിന്നു. ജ്യോതികയ്ക്ക് കുതിരപ്പുറത്ത് കയറണോ? മേരി ചോദിച്ചു. ഓ വേണ്ട, ഒരുപാട് പൊങ്ങിപ്പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല, അർത്ഥം വെച്ചായിരുന്നു മറുപടി. 4 റൗണ്ട് കഴിഞ്ഞ് പ്രഭു കുതിരയെ ജ്യോതിയുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. വാടി, കയറ്. അയ്യോ വേണ്ട, ഇത് കുത്തും, ജ്യോതിക അറിയാതെ പറഞ്ഞുപോയി. പ്രഭു ഉച്ചത്തിൽ ചിരിച്ചു. അതിന് കുതിരയ്ക്ക് കൊമ്പുണ്ടോടി കഴുതേ? ജ്യോതിക ചമ്മിപ്പോയി. ഇടം കണ്ണിട്ട് അവൾ മേരിയൊന്ന് നോക്കി ആസ്വദിച്ച് ചിരിക്കുകയാണ്. ജ്യോതിയുടെ മുഖം കനത്തു. അവൾ നേരെ കുതിരയുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ ഗൗരവത്തിൽ പ്രഭുവിനെ നോക്കി. പിടിച്ചു കയറ്റന്നെ. പ്രഭു അവളെ തൂക്കിയെടുത്ത് കുതിരപ്പുറത്തിരുത്തി. പ്രഭുവിൻ്റെ മുമ്പിലായി 2 കാലുകളും ഒരു വശത്തേക്കിട്ടാണ് ജ്യോതിക ഇരുന്നത്. വീഴാതെ അവൻ്റെ കൈത്തണ്ടയിൽ മുറുക്കെ പിടിച്ചു. പിന്നെ കണ്ടോ എന്ന ഭാവത്തിൽ മേരിയൊന്ന് നോക്കി. കുതിര ഓടിത്തുടങ്ങി. പ്രഭുവിൻ്റെ നിശ്വാസം അവളുടെ കവിളിൽ വന്ന് തട്ടുന്നുണ്ടായിരുന്നു. കുതിരപ്പുറത്ത് കയറിയിട്ടും നിന്റെ മോന്ത എന്താടി കുത്തി വീർത്തിരിക്കുന്നത്? പ്രഭു ചോദിച്ചു. കുതിരപ്പുറത്തല്ല, ആനപ്പുറത്ത് കയറിയാലും എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കും. അവൾ ഗൗരവം അല്പം കൂടി കൂട്ടി. എന്തു പറ്റി? ഇയാളെന്നെ കളിയാക്കിയില്ലേ? അവൾ എരിയും മട്ടിൽ അവനെ നോക്കി. ആ ഓറഞ്ചിൻ്റെ മുമ്പിൽ വെച്ച് കുതിരയെ ഓടിച്ച് നടക്കുന്ന ഒരു ജാൻസി റാണി. എൻ്റെ കുഴപ്പം എന്താണെന്ന് ഞാൻ പറയട്ടെ? പ്രഭു മുഖം അല്പം താഴ്ത്തി ചുണ്ടുകൾ ജ്യോതിയുടെ കാതിനോട് അടുപ്പിച്ചു.
നിനക്കൊരു അസുഖത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളാണ് കാണുന്നത്. അസുഖമോ? എന്തസുഖം? അവൾ നെറ്റിച്ചുളിച്ചു. ജലസോമാനിസം. ഒരു സുന്ദരിക്ക് മറ്റൊരു സുന്ദരിയോട് തോന്നുക അസൂയ എന്നും പറയാം. അവൾ ചമ്മി മുഖം തിരിച്ചു കളഞ്ഞു. പിന്നെ എനിക്കങ്ങ് അസൂയയില്ല. അവൾ പിറുപിറുക്കുന്നവൻ കേട്ടു. ഒരു റൗണ്ട് കൂടി ഓടി കുതിര നിന്നു. പ്രഭു ജ്യോതികയെ ആദ്യം കുതിരപ്പുറത്തു നിന്ന് ഇറക്കി. പിന്നെ അവനും ഇറങ്ങി. വീണ്ടും നടക്കാൻ തുടങ്ങി. ഇത്തവണ മേരിയുടെ മുഖത്താണ് മൗനമെന്ന് പ്രഭുവിന് തോന്നി. ജ്യോതിക എന്തൊക്കെയോ പറയുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് അവർ മേരിയുടെ ബംഗ്ലാവിന് മുമ്പിലെത്തി. നിറയെ മാതളപ്പഴങ്ങളും കാരറ്റും നിറഞ്ഞ 2 പിക്കപ്പ് വാനുകൾ അവരെ കടന്നുപോയി. ബംഗ്ലാവിൻ്റെ മുറ്റത്ത് തങ്ങളുടെ വരവ് പ്രതീക്ഷിച്ചിട്ട് നോണം ഒരു മെലിഞ്ഞ യുവാവ് നിൽക്കുന്നത് പ്രഭു കണ്ടു. ഇരുണ്ട് നന്നേ മെലിഞ്ഞ ശരീരമാണ്. 20 വയസ്സിൽ കൂടുതൽ തോന്നില്ല. ഒറ്റക്കാതിൽ ഒരു ചെറിയ വെള്ളിക്കുരിശ് തൂക്കിയിട്ടിട്ടുണ്ട്. തിരുനെറ്റിയിൽ കറുത്ത മഷി കൊണ്ട് ഒരു ചെറിയ കുരിശ് വരച്ചിട്ടുമുണ്ട്. കൈയില്ലാത്ത പച്ച ബനിയനാണ്. അതിനുമീതെ മഞ്ഞ നിറമുള്ള വലിയ അക്ഷരത്തിൽ 6 പാക്ക് കമ്മിങ് സൂൺ എന്ന് എഴുതി വച്ചിരിക്കുന്നു. 3/4 കാൻവാസ് ഷൂസും. കയ്യിലൊരു ബാഗുമുണ്ട്. കക്ഷിയെ പിടികിട്ടിയോ? മേരി പ്രഭുവിനോട് ചോദിച്ചു. ഇതാ ജോജോ, നമ്മുടെ പുള്ളി ആശാൻ്റെ ഒരേയൊരു മോനാ. ജോജോ ചിരിയോടെ വന്ന് പ്രഭുവിൻ്റെ കൈ പിടിച്ചു. സ്നേഹമുള്ളൊരു പുഞ്ചിരി ജ്യോതികയുടെ ചുണ്ടിലും ഉണ്ടായിരുന്നു. ആശാൻ? പ്രഭു ജോജോയെ നോക്കി. അപ്പച്ചനൊരു സാധനം തന്നുവിട്ടിട്ടുണ്ട്, വാ. ജോജോ പ്രഭുവിനെയും കൂട്ടി വീടിൻ്റെ ഒരു വശത്തേക്ക് മാറി നിന്നു. പിന്നെ ബാഗിൽ നിന്നൊരു കടലാസ് പെട്ടിയെടുത്ത് പ്രഭുവിന് നീട്ടി. പ്രഭുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. പെട്ടി തുറന്നതും പ്രഭു അമ്പരന്ന് പോയി. ഒരു റിവോൾവർ ആയിരുന്നു അതിൽ. പ്രഭു തോക്ക് കയ്യിലെടുത്തു. ആശാൻ്റെ മകനൊന്ന് ഞെട്ടി. പെട്ടിയിൽ 2ആയി മടക്കിയ ഒരു കടലാസ് കൂടി പ്രഭു കണ്ടു. പ്രഭു അതെടുത്ത് നിവർത്തി. ആശാൻ്റെ കത്ത്. എടാ കൂവേ, എൻ്റെ തല തെറിച്ചവൻ്റെ കയ്യിലൊരു സാധനം കൊടുത്തു വിടുന്നു. സംഗതി തുപ്പാക്കിയാണെന്ന് ആ വകത്തിരിവില്ലാത്തവനോട് പറഞ്ഞിട്ടില്ല. ഞാനാരാ പുള്ളി? ആവശ്യം വന്നാൽ ഇതെടുത്ത് കീച്ചുക. ഓർക്കുക, ഉണ്ട അമൂല്യമാണ്, പാഴാക്കരുത്. കത്തിന് താഴെ പാചകക്കുറിപ്പ് പോലെ ഒരു പാരഗ്രാഫ് കൂടി പ്രഭു കണ്ടു. നാടൻ ബോംബുണ്ടാക്കുന്ന വിധം. അതാണ് തലക്കെട്ട്. ആവശ്യം വേണ്ട സാധനങ്ങൾ: മുട്ടയുടെ വെള്ള, വെടിമരുന്ന്, അലുമിനിയം പേപ്പർ, മുള്ളാണി, വെള്ളാരം കല്ല്. ലിസ്റ്റ് നീളുന്നു. അതിന് താഴെ ചെറിയ അക്ഷരത്തിൽ ആശാൻ്റെ കുറിപ്പ്. സംഗതി ഉണ്ടാക്കാൻ എനിക്കറിയാമട കൂവേ. അല്ല, വല്ല സംശയം വന്നാൽ നമുക്ക് കണ്ണൂരെ പാട്ടുകാരെ വിളിച്ചു ചോദിക്കാം. അല്ല പിന്നെ. പ്രഭുവിൻ്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായി. ആശാൻ കളം നിറഞ്ഞ് കളിക്കുകയാണ്. മധുരയിലെ വരണ്ട മണ്ണിന് മീതെ കൂടി കോവിൽരാജിയുടെ ശവഘോഷയാത്ര പാട്ടും ബഹളവും ചെണ്ടക്കൊട്ടുമായി വരുന്നുണ്ടായിരുന്നു. 100 പേരടങ്ങുന്ന ഒരു ഡപ്പാംകുത്ത് സംഘം ശവഘോഷയാത്രയുടെ മുമ്പിലായി പൂക്കൾ വാരിയെറിഞ്ഞും നൃത്തം ചവിട്ടിയും പടക്കം പൊട്ടിച്ചും കടന്നുപോയി. അതിന് പിന്നാലെ ഒരു വലിയ വെള്ളിക്കസേരയിൽ മഞ്ഞ മാലകൾ ചാർത്തി ഇരുത്തിയ നിലയിൽ കോവിൽരാജ. കറുത്ത കണ്ണട വച്ചിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങളെല്ലാം അണിയിച്ചിട്ടുണ്ട്. കഴുത്ത് പിരിച്ചടിച്ചു വന്ന 2 വലിയ പൂവൻ കോഴികളെ കോവിൽരാജയുടെ വലത് കാലിനോട് ചേർത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. ഇടത് കാലിനോട് ചേർത്ത് കോണ്യാക്ക് മദ്യമായ ഹെന്നസിയുടെ 2 കുപ്പികളും. കോവിൽരാജയുടെ പല്ലക്കിന് പിന്നിലായി ശിവസഹസ്രനാമത്തിൻ്റെ കാർ. അതിനു പിന്നാലെ അയ്യാവിളികളുമായി ആയിരങ്ങൾ. ശ്മശാനത്തിൻ്റെ നടുവിൽ തീർത്തിട്ടിരിക്കുന്ന വലിയ കുഴിയിലേക്ക് കോഴികളും മദ്യക്കുപ്പുകളും ഉൾപ്പെടെ വെള്ളിക്കസേരയിൽ ഇരുത്തി തന്നെ കോവിൽരാജയെ ഇറക്കി. പനിനീരും പാലും കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് ക്വിൻ്റൽ കണക്കിന് കുന്തിരിക്കം കൊണ്ട് കുഴി നിറയ്ക്കാൻ തുടങ്ങി. ആൾക്കൂട്ടത്തിൽ ഒരാളായി ആശാനും ഉണ്ടായിരുന്നു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കാനായി ആശാൻ ഒരു കൃത്രിമ താടി വെച്ചുകൊണ്ടാണ് വന്നത്. ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്നിട്ട് ആശാൻ മൊബൈലെടുത്ത് പ്രഭുവിനെ വിളിച്ചു. പ്രഭുവേ, മുതുകാലിനെ കുഴിച്ചിട്ടുള്ള കൂവേ. ആ, കോഴിയും കുപ്പിയുമൊക്കെ കൊടുത്താ വിടുന്നത്. അത് അവന്മാരുടെ ഒരു ആചാരം. വച്ചോ, ഞാൻ പോയേക്കുവാ. ഒരു ബാല്യക്കാരൻ്റെ താടി മേടിച്ച് ഒട്ടിച്ചുകൊണ്ടാണ് വന്നത്. പുല്ല് ചൊറിഞ്ഞിട്ട് വയ്യ. കാൾ കട്ട് ചെയ്തിട്ട് ആശാൻ ആൾക്കൂട്ടത്തിലൂടെ പുറത്തേക്ക് നോളുന്നു. കോവിൽരാജയുടെ കുഴിമാടം മണ്ണിൻ്റെ നിരപ്പിലായി കഴിഞ്ഞിരുന്നു. അതിൻ്റെ തലക്കിലായി ശിവസഹസ്രനാമം ഒരു കൂവളമരം നട്ടു. പിന്നെ തലത്തിരിച്ച് മണിയെയും ഭൂമിനാഥനെയും നോക്കി. എത്രയും പെട്ടെന്ന് അപ്പാവുടെ പേരിൽ ഇവിടെ ഒരു കോവിൽ പണിയണം. ദിവസം കുറഞ്ഞത് 5000 പേർക്ക് അന്നദാനം. തലമുറകൾ വാഴ്ത്തണം അപ്പാവുടെ പേര്. മണിയും ഭൂമിനാഥനും തലകുലുക്കി. സന്ധ്യയാവുന്നതേയുള്ളൂ. കോവിൽരാജ ബംഗ്ലാവിൻ്റെ മുറ്റത്തേക്ക് ഒരു സുമോ വന്നു നിന്നു. ഒരു ചെറിയ ഫോട്ടോ കവറുമായി ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. ഡേയ് സെൽവം, വാടാ. ഭൂമിനാഥൻ അയാൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹാളിൽ കോവിൽരാജ ഇരുന്ന കസേരയിൽ ശിവസഹസ്രനാമം ഇരിപ്പുണ്ടായിരുന്നു. അരികിൽ ജാക്കി എന്ന ജോക്കിരിൽ. കിട്ടിയോ? ശിവസഹസ്രനാമം ഭൂമിനാഥനോട് ചോദിച്ചു. ആമങ്കയ്യ. ഭൂമിനാഥൻ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്ന് കവർ വാങ്ങി ശിവസഹസ്രനാമത്തിന് നീട്ടി. ശിവസഹസ്രനാമം കവർ തുറന്നു. 10 ഫോട്ടോകളായിരുന്നു അതിൽ. 10ഉം ശ്മശാനത്തിൽ നിൽക്കുന്ന ആശാൻ്റേത്. പുള്ളി ആശാൻ. ശിവസഹസ്രനാമം ചിരിച്ചു. അവനുടെ ഫാൻസി ഡ്രസ്സ്. മധുരൈ മണ്ണിൽ. ജാക്കി. ശിവസഹസ്രനാമം തലത്തിരിച്ച് ജാക്കിലിനെ നോക്കി. ഇവൻ വന്ന് പ്രഭുവിടെ വലം കൈ, റൈറ്റ് ഹാൻഡ്. ആനാൽ വലത് കൈ പോയാൽ? ശിവസഹസ്രനാമം ചുമലൊന്ന് കൂച്ചി. റൊമ്പ കഷ്ടം. ജാക്കിലിൻ്റെ മിഴികളൊന്ന് തിളങ്ങി. കൃത്യം 4ാമത് മണിക്കൂറിന് ശേഷം ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന ചെകുത്താൻ മലയിലേക്ക് ഒരു ഹാർലി ഡേവിസൺ ബൈക്ക് വന്നു നിന്നു. കറുത്ത നിറമുള്ള സ്കിൻ ഫിറ്റ് ജാക്കറ്റും നൈറ്റ് വിഷൻ ഗ്ലാസും ഹെൽമറ്റും ധരിച്ച് ജാക്കിലിൻ അതിനു മീതെ ഉണ്ടായിരുന്നു. ആശാന്റെ വീടിന് മുന്നിലായി ബൈക്ക് നിന്നു. ജാക്കിലിൻ ഇറങ്ങി.
വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആശാൻ ഒന്നും പറഞ്ഞില്ല. ആശാന്റെ വീടിന്റെ മതിലിനടുത്തേക്ക് ജാക്ലിൻ വന്നു. ചുമലിൽ തൂക്കിയിരുന്ന ബാക്ക് പാക്ക് ഒന്നുകൂടി ജാക്ലിൻ മുറുക്കി. പിന്നെ മതിലിന് മീതെ കൈ കുത്തി അനായാസം മുറ്റത്തേക്ക് ചാടി. അടിവശത്ത് പതുപതുത്ത എയർ പോക്കറ്റുകളുള്ള ഷൂസ് ആയതിനാൽ ഒരു ചെറിയ ശബ്ദമേ ഉണ്ടായുള്ളൂ. വീടിന്റെ പിൻഭാഗത്തായി ആശാന്റെ ജീപ്പ് കിടപ്പുണ്ടായിരുന്നു. ജാക്ലിൻ പതിയെ ജീപ്പിന് നേരെ ചെന്നു. ജീപ്പ് മൊത്തത്തിലൊന്ന് നോക്കി. പഴയ മോഡൽ വില്യസ് ജീപ്പാണ്. റൂഫ് റെയിലിലും ബമ്പറിലും ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് ഫ്രെയിം വെൽഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതിനുമീതെ റൂട്ട്സിന്റെ എയർ ഗോളുകളും മഞ്ഞ ലൈറ്റുകളും. വണ്ടിയുടെ വലിയ ടോപ്പ് ലൈറ്റിലേക്ക് പോകുന്ന വയർ ജാക്ലിൻ കണ്ടെത്തി. ആദ്യം ലൈറ്റിന്റെ ബ്രാക്കറ്റ് അഴിച്ചു മാറ്റുകയാണ് ചെയ്തത്. പിന്നീട് ബാക്ക് പാക്ക് ഊരി അതിൽ നിന്ന് ഒരു കടലാസ് പെട്ടിയെടുത്തു. ഫുൾ വൈഡ് ആംഗിൾ ദൃശ്യം തരുന്ന ഗോപ്രോ ക്യാമറയായിരുന്നു അതിൽ. ഗോപ്രോയുടെ ഏറ്റവും പുതിയ ശ്രേണിയിൽപ്പെട്ട ഗോപ്രോ ഹീറോ ബ്ലാത്ത്. ജാക്ലിൻ ശ്രദ്ധയോടെ ക്യാമറ വണ്ടിയുടെ ലൈറ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഓൺ മോഡിൽ വെച്ചു. പിന്നെ ക്യാമറയുടെ പാസ്വേഡ് തൻ്റെ മൊബൈലിലേക്ക് ലിങ്ക് ചെയ്തു. മൊബൈലിൻ്റെ സ്ക്രീനിൽ ക്യാമറയിൽ നിന്നുള്ള വിഷ്വൽ കിട്ടിത്തുടങ്ങി. ബാറ്ററി വയർ ക്യാമറയുടെ ചാർജിംഗ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ലൈറ്റ് വീണ്ടും പഴയ സ്ഥിതിയിലാക്കി. ആശാന്റെ ജീപ്പിന്റെ നെറുകയിലെ ലൈറ്റിനുള്ളിൽ ശിവസഹസ്രനാമത്തിന്റെ ചാരക്കണ്ണ്. ഇനി ഈ ജീപ്പുമായി ആശാൻ എവിടെ പോയാലും അതിന്റെ കൃത്യമായ വിഷ്വലുകൾ ജാക്കിലിന്റെ കയ്യിലെ മൊബൈൽ ഫോണിലെ സ്ക്രീനിൽ അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും. അവൾ പതിയെ ജീപ്പിന്റെ ബോണറ്റ് അടിച്ചു. പിന്നെ വീടിന് നേരെ തിരിഞ്ഞു. അനായാസമായി പിൻവാതിൽ തുറന്ന് വീടിനകത്തേക്ക് കയറി. പോക്കറ്റിൽ നിന്ന് നെറ്റ് സെറ്റർ കണക്ട് ചെയ്ത് ഒരു മൈക്രോ ട്രാൻസിസ്റ്റർ എടുത്തു. വീടിൻ്റെ ഭിത്തിയിലെ ക്രിസ്തുവിൻ്റെ ഫോട്ടോയ്ക്ക് പിന്നിൽ ഭിത്തിയിൽ അത് ഉറപ്പിച്ചു. ഇനി ആശാൻ ഇവിടെ നിന്ന് എന്ത് സംസാരിച്ചാലും ശബ്ദം പറന്ന് തൻ്റെ ഫോണിലെത്തും. പതിയെ മുമ്പോട്ട് വന്നിട്ട് അവൾ വാതിൽ തുറന്നു നോക്കി. മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ആശാൻ കിടന്നുറങ്ങുന്നത് കാണാം. നേർത്ത താളത്തിൽ ഉയർന്നു താഴുന്ന നെഞ്ച്. അവളുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരിയുണ്ടായി. അവൾ പതിയെ തിരിഞ്ഞ മുറ്റത്തേക്ക് വന്നു. ക്യാമറ ഘടിപ്പിച്ച ജീപ്പിന് നേർക്കൊന്ന് നോക്കി. ലൈറ്റിനു മീതെ കറുത്ത പെയിൻ്റടിച്ച നെറ്റിൻ്റെ ഒരു ഫ്രെയിമുള്ളതിനാൽ ക്യാമറ ആശാൻ കണ്ടെത്തില്ലെന്ന് ജാക്കിലിന് ഉറപ്പായിരുന്നു. മതിലിനു മീതെ കൈക്കുത്തി ജാക്കിലിൻ റോഡിലേക്ക് ചാടി. പിന്നെ ഹാർലി ഡേവിസണിലേക്ക് കയറി. ഒരു മുരൾച്ചയോടെ ബൈക്ക് സ്റ്റാർട്ടായി. പിന്നെ പാഞ്ഞുപോയി. പുതുവയലിൽ ചോളപ്പാടത്തിന് നടുവിലെ ഫാം ഹൗസിന് മുകളിലായിരുന്നു പ്രഭുവും ജ്യോതികയും. കാറ്റാടിക്കഴകൾ പാകിയ മേൽത്തട്ടിൽ കിടക്കുകയായിരുന്നു പ്രഭു. ആകാശത്തിൽ കാന്താരി പൂക്കൾ പോലെ നക്ഷത്രങ്ങൾ. ഏട്ടാ, ജ്യോതിയുടെ വിളി കേട്ടു. പ്രഭു തലത്തിരിച്ചു. എത്ര നാളെ നമ്മളിങ്ങനെ ശ്വാസം പോലെ അടക്കി പിടിച്ച് ഈ ഒളിവ് ജീവിതം? അതൊരു ചോദ്യമാണ്. ഓരോ ദിവസം കഴിയുന്തോറും പ്രശ്നങ്ങളുടെ തീക്ഷ്ണത കുറയുകയല്ല, കൂടുകയാണെന്ന് പ്രഭുവിനറിയാം. രാത്രി റാവുത്തർ വിളിച്ചിരുന്നു. ശിവസഹസ്രനാമത്തിൻ്റെ നീക്കങ്ങളെക്കുറിച്ച് ഒരു സൂചനയുമില്ല. നിശബ്ദത, അതാണ് ഏറ്റവും വലിയ ഭീകരത. മരണവും ശിവസഹസ്രനാമവും നിശബ്ദനായി വരും. റാവുത്തർ പറഞ്ഞു നിർത്തിയത് അങ്ങനെയാണ്. പ്രഭു തലത്തിരിച്ച് ജ്യോതികയെ നോക്കി. അല്പ ദിവസം കൂടി നമുക്കിവിടെ നിൽക്കാം. പിന്നെ ആരും അറിയാത്ത ഒരിടത്തേക്ക് പോവാം. എവിടെ പോയാലും അയാൾ തേടി വരില്ല ഏട്ടാ. ഈ ഭൂമുഖത്ത് നമ്മൾ ജീവിച്ചിരുന്നാൽ ശിവസഹസ്രനാമത്തിന് അടങ്ങിയിരിക്കാനാവുമോ? പെട്ടെന്ന് പ്രഭുവിൻ്റെ തലയ്ക്കുള്ളിൽ ഒരു മിന്നലുണ്ടായി. ജ്യോതികയെ ആദ്യം കാണും പോലെ അവൻ തുറച്ചു നോക്കി. നീ ഇപ്പം എന്താ പറഞ്ഞു നിർത്തിയത്? അവളൊന്ന് ആലോചിച്ചു. നമ്മൾ ജീവിച്ചിരുന്നാൽ ശിവസഹസ്രനാമം നമ്മൾ തേടി വരുമെന്ന്. നമ്മൾ മരിച്ചാലോ? പ്രഭു അവളെ നോക്കി. നമ്മൾ മരിച്ചാലോ എന്ന്. മരിക്കാനോ? ജ്യോതിക ഞെട്ടലോടെ പ്രഭുവിനെ നോക്കി. അടുത്ത നിമിഷം അവളുടെ മുഖത്തൊരു ശാന്തതയുണ്ടായി. ഒരു കണക്കിന് അതാ നല്ലത്. അവളുടെ തല താണു. ഞാനങ്ങ് ചാവുന്നത്. ഒറ്റയ്ക്കാവുമ്പോൾ ഏട്ടനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. എന്നെ കൂടി രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് ചതുപ്പിലേക്ക് വീണ്ടും വീണ്ടും പെട്ടുപോകുന്നത്. എടി കഴുതേ! പ്രഭു കൈനീട്ടി അവളുടെ ചുമലിൽ നോവും മട്ടിൽ ആഞ്ഞൊന്നടിച്ചു. കൊല്ലാനും സ്വയം ചാവാനോ ഒന്നുമല്ല പറഞ്ഞത്. അതിനുള്ള അവകാശവും നമുക്കില്ല. പിന്നെ നീ കണ്ടോ? പ്രഭു എണീറ്റു. കണ്ണുകളിൽ ഒരു പുതിയ തിളക്കമുണ്ടായിരുന്നു. ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് പ്രഭു മൊബൈലെടുത്തു. പിന്നെ അപ്പുക്കുട്ടിയുടെ നമ്പർ ഡയൽ ചെയ്തു. മറുവശത്ത് ഫോൺ എടുത്തു. മച്ചമ്പി, അപ്പുക്കുട്ടിയുടെ വിളി കേട്ടു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, പക്ഷേ എനിക്ക് നിന്നെ ഉടനൊന്ന് കാണണം. ഞാൻ വരാം. എന്താ മച്ചമ്പി? നമുക്ക് പുള്ളയാർപ്പെട്ടി വരെ ഒന്ന് പോകണം. പ്രഭുവിൻ്റെ കണ്ണുകൾ ജാഗരൂകമായി. സർക്കാർ ശരവണനെ ഒന്ന് കാണാൻ. എന്തിന്? അമ്പരപ്പടയാണ് അപ്പുക്കുട്ടി ചോദിച്ചത്. കാര്യമുണ്ട്, നേരിട്ട് പറയാം. പ്രഭു ഒന്ന് നിർത്തി. പിന്നെ ചോദിച്ചു, അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ നിനക്ക്? ഇല്ല മച്ചമ്പി, ഒരു പോലീസുകാരൻ പോലും ഒന്നും ചോദിക്കാൻ വന്നില്ല. അതാ പേടി. നമ്മളറിയാതെ നമ്മളെ ആരൊക്കെയോ കാണുന്നുണ്ട് ഒരു തോന്നൽ. പ്രഭുവിനൊരു ഉൾക്കിടലമുണ്ടായി. കുടുംബത്തോടെയാണ് അപ്പുക്കുട്ടി അവിടെ. ഭാര്യ വസന്തവും 2 ചെറിയ ഇരട്ടക്കുട്ടികളും. അണ്ണേ ആര്? അപ്പുക്കുട്ടിയുടെ ഭാര്യ ചോദിക്കുന്നത് പ്രഭു കേട്ടു. പ്രഭു അണ്ണനാ, കൊടു. വസന്ത ഫോൺ അപ്പുക്കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് പ്രഭു അറിഞ്ഞു. പ്രഭു അണ്ണേ! വസന്തത്തിൻ്റെ വിളി കേട്ടു. സൗഖ്യമാ? ജ്യോതികാവെ തിരക്കിയെന്ന് പറയണം. പറയാം. അപ്പുക്കുട്ടി വീണ്ടും ലൈനിൽ വന്നു. നീ ആ മോതിരം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? പ്രഭു ചോദിച്ചു. ഉവ്വ്, വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ മുക്കുപട്ടമാണെന്ന് വസന്തത്തോട് പറഞ്ഞിരിക്കുന്നത്. അപ്പുക്കുട്ടി ശബ്ദം താഴ്ത്തി. ശരി, നീ വെച്ചോ. എന്നാണ് വരുന്നതെന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. പ്രഭു ഫോൺ വച്ചു. അപ്പുക്കുട്ടിയെ കുറിച്ച് ഓർത്തപ്പോൾ പ്രഭുവിന് വീണ്ടും ഞെട്ടലുണ്ടായി.
ശിവസഹസ്രനാമത്തിൻ്റെ കണ്ണുകൾക്ക് തൊട്ട് താഴെയാണ് അപ്പുക്കുട്ടിയും കുടുംബവും. പിറ്റേന്ന് പൂവാർ ഛത്രം മാർക്കറ്റ് പച്ചക്കറിയും മീനും വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഭാര്യ വസന്തത്തിൻ്റെ ഫോൺ അപ്പുക്കുട്ടിക്ക് വന്നത്. അപ്പുക്കുട്ടി ഫോൺ കാതോട് ചേർത്തു. അണ്ണേ! മറുവശത്ത് നിന്ന് വസന്തത്തിൻ്റെ ആവേശത്തോടെയുള്ള വിളി കേട്ടു. നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീർന്നണ്ണേ. എന്താടി? അപ്പുക്കുട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. അണ്ണയ്ക്ക് വഴിയിൽ നിന്ന് കിട്ടിയ മോതിരമില്ലേ, അത് മുക്കുപണ്ടമല്ല, തങ്കമാ, തനി തങ്കം, 10 പവൻ. ഞാനത് വിറ്റു. 2 ലക്ഷം രൂപയാണ് കിട്ടിയത്. 2 ലക്ഷം രൂപ. പിന്നെ വസന്ത പറഞ്ഞൊന്നും അപ്പുക്കുട്ടി കേട്ടില്ല. കാതുകൾ കൊട്ടിയടഞ്ഞു പോയി. തലയ്ക്കുള്ളിൽ സ്ഫോടനങ്ങളുടെ ഒരു പരമ്പര. താൻ തീർന്നുവെന്ന് അപ്പുക്കുട്ടിക്ക് ഉറപ്പായി കഴിഞ്ഞിരുന്നു. ഫോൺ കയ്യിൽ നിന്ന് ഊർന്ന തറയിലേക്ക് വീണു ചിതറി. ഒരു ഫോൺ കേട്ടു. അപ്പുക്കുട്ടി തിരിഞ്ഞു. കഠിനമായൊരു നടുക്കം കൂടി. മീൻ മാർക്കറ്റിലെ ഇടുങ്ങിയ വഴി നിറഞ്ഞു വരുന്ന ഹർമലി മോസിൻ കാർ. അപ്പുക്കുട്ടിക്ക് ഓടണമെന്നുണ്ടായിരുന്നു. പക്ഷേ കാലുകൾ ചലിക്കുന്നില്ല. തറയിൽ കുഴിച്ചിട്ട അവസ്ഥ. ഹർമലി മോസിൻ വന്ന് അപ്പുക്കുട്ടിയുടെ 10 അടി അകലത്തിലായി നിന്നു. ഡോർ തുറന്ന് ജാക്കിലിൻ ഇറങ്ങി. പിന്നാലെ ശിവസഹസ്രനാമം. ഹമ്മറിന് പിന്നിലായി ഒരു പിക്കപ്പ് വാൻ കൂടി വന്നു നിന്നു. അതിൽ നിന്ന് ഗുണ്ടകളും ഇറങ്ങി. അപ്പുക്കുട്ടി ചുറ്റുമൊന്ന് നോക്കി. മാർക്കറ്റ് ശൂന്യം. പച്ചക്കറിയും മീനും മാത്രം ചുറ്റും. വിൽക്കാൻ വന്നവരും വാങ്ങാൻ വന്നവരുമൊക്കെ നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായിരിക്കുന്നു. ഭൂമിനാഥൻ ഐസ് ക്യൂബുകൾ നിറച്ച ഒരു ബക്കറ്റ് തൂക്കിക്കൊണ്ട് ശിവസഹസ്രനാമത്തിൻ്റെ മുമ്പിലേക്ക് വന്നു. അതിലേക്ക് നോക്കിയിട്ട് ശിവസഹസ്രനാമം അപ്പുക്കുട്ടിയെ നോക്കി നിഷ്കളങ്കമായി ചിരിച്ചു. ഐസ് ബക്കറ്റ് ചലഞ്ച്. ശിവസഹസ്രനാമം പതിയെ അപ്പുക്കുട്ടിയുടെ അടുത്തേക്ക് വന്നു. തിരിഞ്ഞോടാനായി അപ്പുക്കുട്ടി ആനതാണ്. അപ്പോഴേക്കും പിന്നിൽ നിന്ന് പിടി വീണിരുന്നു. 3 ഗുണ്ടകൾ ചേർന്ന് അപ്പുക്കുട്ടിയെ പൊക്കിയെടുത്ത് മാർക്കറ്റിൻ്റെ പിന്നിലേക്ക് കൊണ്ടുപോയി. എന്നെയൊന്ന് ചെയ്യല്ലേ? അപ്പുക്കുട്ടി ഉറക്കെ നിലവിളിച്ചു. മീൻ മാർക്കറ്റിന് പിന്നിലെ അഴുക്കുചാലിലെ അപ്പുറം മറ്റൊരു വാൻ കിടപ്പുണ്ടായിരുന്നു. വാനിലേക്ക് അപ്പുക്കുട്ടിയെ കയറ്റി. ജാക്കി! ശിവസഹസ്രനാമം വിളിച്ചു. ഗോ ഡൗൺ. അപ്പുക്കുട്ടിയെ ഡസ്പാച്ച് ചെയ്യണം. ജാക്കിലും കൂടി വാനിലേക്ക് കയറി. വാൻ പാഞ്ഞുപോയി. എന്നെ കൊല്ലല്ലേ? അപ്പുക്കുട്ടിയുടെ നിലവിളിയുടെ ഒരു ചീളു മാത്രം കാറ്റിനൊപ്പം പിന്നിലേക്ക് പറന്നു വന്നു. തിരുവള്ളുവർ റോഡിലൂടെയായിരുന്നു വാൻ ഓടിക്കൊണ്ടിരുന്നത്. അപ്പുക്കുട്ടി ഇടം വരെ ഒന്ന് നോക്കി. തല മൊട്ടയടിച്ച 2 തടിയന്മാരുടെ നടുവിലാണ് താൻ. അനങ്ങാൻ കഴിയില്ല. അപ്പുക്കുട്ടി. ജാക്കിലിൻ തിരിഞ്ഞ് അപ്പുക്കുട്ടിയെ നോക്കി. എപ്പടി ഇരിക്കേ? നല്ല ഇരിക്കാ? എന്നെയൊന്നും ചെയ്യല്ലേ? അപ്പുക്കുട്ടി കരഞ്ഞുപോയി. എനിക്ക് 2 ചെറിയ കുട്ടികളുണ്ട്. അയ്യോടാ! ജാക്കിലിൻ നാവ് മേലെണ്ണാക്കിൽ വെച്ച് പല്ല് ചിരയ്ക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടാക്കി. ഉന്നുടെ ഭാര്യയുടെ പേരെന്നാ? വസന്തം. അയാൾ വിക്കി. സുന്ദരിയാ? അയാൾ മിണ്ടിയില്ല. ശരി. ജാക്ലിൻ തിരിഞ്ഞു. ഉനക്ക് വസന്തത്തെ പക്ക വേണമാ? വേണം. എന്നെ വിട്ടേക്ക്. ഞാൻ നിങ്ങളോടൊരു ദ്രോഹവും ചെയ്തില്ലല്ലോ. മറുപടിയായി അവളൊന്ന് ചിരിച്ചതേയുള്ളൂ. 10 മിനിറ്റ് നേരത്തെ യാത്ര. വിശാലമായ ഒരു ഗോഡൗണിലേക്ക് വാൻ കയറി. വണ്ടി കയറിയതും ഷട്ടർ വീണ ഗോഡൗൺ അടഞ്ഞു. ഒരു മൈതാനം പോലെ വിശാലമായിരുന്നു ഗോഡൗണിൻ്റെ ഉൾവശം. വാൻ നിന്നു. അപ്പുക്കുട്ടിയെ ഇറക്കി. എവിടെ നിന്നോ 2 കുഞ്ഞുങ്ങളുടെ ഏങ്ങലടിച്ചുള്ള കരച്ചിൽ കേൾക്കുന്നുണ്ടെന്ന് അപ്പുക്കുട്ടിക്ക് തോന്നി. തൻ്റെ മക്കളല്ലേ അത്? അപ്പുക്കുട്ടി ഭീതിയോടെ ചുറ്റും നോക്കി. അടുത്ത നിമിഷം ബൂട്ടുകൾ തറയിൽ അമരുന്ന ശബ്ദം കേട്ടു. അതിന് പിന്നാലെ വസന്തത്തിൻ്റെ കരച്ചിൽ. അണ്ണേ! അപ്പുക്കുട്ടി തിരിഞ്ഞു. തൻ്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് 2 ഗുണ്ടകൾ വരുന്നത് അയാൾ കണ്ടു. വസന്തേ! അയാൾ ഓടാനാഞ്ഞതും ഗുണ്ടകൾ പിടിച്ചു നിർത്തി. അടുത്ത നിമിഷം ഗോഡൗണിൻ്റെ ഷട്ടർ ഒന്നുകൂടി ഉയരുന്ന ശബ്ദം കേട്ടു. ചെറിയ വട്ടക്കണ്ണുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് ഹമ്മർ ലിമോസിൻ അകത്തേക്ക് വന്നു. പിന്നാലെ സ്കോർപിയോ ജീപ്പ്. ഹമ്മറിൽ നിന്ന് ശിവസഹസ്രനാമം ഇറങ്ങി. സ്കോർപിയോയിൽ നിന്ന് മണിയും ഭൂമിനാഥനും. ശിവസഹസ്രനാമം പതിയെ അപ്പുക്കുട്ടിയുടെ അടുത്തേക്ക് വന്നു. എന്നാ അപ്പുക്കുട്ടി, ഭയന്നിട്ടാ? എൻ്റെ മക്കളെവിടെ? അയാൾ കരഞ്ഞു. ഉനക്ക് മക്കളെ പാക്ക വേണമാ? ശിവസഹസ്രനാമം ചിരിച്ചു. മണി! മണി മുമ്പോട്ട് വന്നു. പിന്നെ ഗോഡൗണിൻ്റെ അങ്ങേയറ്റത്ത് കിടന്ന മാരുതി വാനിൻ്റെ പിന്നിലെ ഡോർ തുറന്നു. അവിടേക്ക് നോക്കി അപ്പുക്കുട്ടിയും വസന്തവും തുടങ്ങിപ്പോയി. വാനിൻ്റെ പ്ലാറ്റ്ഫോമിൽ ചണക്കയർ കൊണ്ട് കെട്ടിയിട്ട നിലയിൽ തങ്ങളുടെ മക്കൾ. ഏയ് സരവണ! സെൽവ! മുന്നോട്ട് ഓടാത്തിറങ്ങിയ വസന്തത്തെ ജാക്കിലിൻ പിടിച്ചു നിർത്തി. സാർ! അപ്പുക്കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശിവസഹസ്രനാമത്തെ തൊഴുതു. എൻ്റെ കുഞ്ഞുങ്ങളൊന്നും ചെയ്യല്ലേ? അവ എന്നോട് ഉയർ. ശിവസഹസ്രനാമത്തിൻ്റെ കണ്ണുകളിൽ തീയെറിഞ്ഞു. അപ്പ എന്നോട് ഉയരായിരുന്നു. ആനാൽ അന്ത ഉയർ പോയാച്ചു. എപ്പടി പ്രഭുവിനെ സഹായിച്ചല്ലേ നീ? പല്ല് ഞെരിച്ചുകൊണ്ട് ശിവസഹസ്രനാമം മുന്നോട്ട് വന്നു. എങ്കടാവൻ പ്രഭു? എങ്കെ ഇരിക്കാവൻ? എനിക്ക് തെരിയാതയ്യാ. തെരിയാതാ? ശിവസഹസ്രനാമം തിരിഞ്ഞ് ജാക്കിൽ നിന്ന് നോക്കി. ബാദുഷാ! അവളൊരു ഗുണ്ടയെ വിളിച്ചു. അയാൾ മുമ്പോട്ട് വന്ന് വസന്തത്തെ ഒന്ന് നോക്കി. പിന്നെ കൈ നിവർത്തി ഇരു കർണത്തും തുരുത്തുരാ 4-5 അടി. വസന്തത്തിൻ്റെ വായിൽ നിന്ന് കൊഴുത്ത ചോരയിട്ടു. അയ്യാ! അപ്പുക്കുട്ടി അലറി. ഒന്നും ചെയ്യല്ലേ? തുടങ്ങിയിട്ടേയുള്ളൂ. ശിവസഹസ്രനാമം തിരിഞ്ഞ് അപ്പുക്കുട്ടിയെ നോക്കി. നിന്റെ മക്കളെ കെട്ടിയിരിക്കുന്ന മാരുതി വാനിനകത്ത് നല്ല ഒന്നാന്തരം എക്സ്പ്ലോസീവ്സ് ഉണ്ട്. നല്ല ഒന്നാന്തരം വെടിയുണ്ടകൾ. ഞാനൊന്ന് വിരലിനൊടിച്ചാൽ വെടിച്ചിടുവാൻ നിന്റെ 2 മക്കളും. ഷും ബൂം ചാമ്പൽ. വേണ്ട! അപ്പുക്കുട്ടി അലറിക്കരഞ്ഞു. ശരി ചൊല്ല് പ്രഭു. എങ്കെ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല.
നിനക്കറിയാവുന്നത് പറഞ്ഞാൽ മതി. വേഗം വേണം അപ്പുകുട്ടി, എനിക്ക് ക്ഷമ തീരെയില്ല. ചെകുത്താൻ മല അപ്പുകുട്ടി വിക്കി. ചെകുത്താൻ മല, പുള്ളി ആശാൻ, ഈ 2 പേരുകളും നീ പറയണ്ട അപ്പുകുട്ടി. അവിടെ നിന്നൊക്കെ അവർ പോയി. ഇപ്പോൾ എവിടെയാണെന്നാണ് അറിയേണ്ടത്. എനിക്കറിയില്ല. ശരി ജാക്കി, ശിവസഹസ്രനാമം ഒന്നുകൂടി വിളിച്ചു. ഇത്തവണ ഒറ്റവരിക്ക് വസന്തത്തിൻ്റെ ചേല അഴിച്ചു മാറ്റുകയാണ് ജാക്ലിൻ ചെയ്തത്. അയ്യാ, വസന്ത കരഞ്ഞുകൊണ്ട് ഒളിക്കാൻ ഒരു പഴുതു തേടി. എന്നെ അഴക്, നിന്നെപ്പോലൊരു തെണ്ടിക്ക് എന്തിനാടാ ഇത്രയും നല്ല ഭാര്യ? ഷാർ, അപ്പുക്കുട്ടി ശിവസഹസ്രനാമത്തിൻ്റെ കാൽക്കൽ വീണു. എൻ്റെ ഭാര്യ ഒന്ന് ചെയ്യല്ലേ ഷാർ, അവൾ പാവം. ഞാനും പാവം താണ്ടാ. ശിവസഹസ്രനാമം അപ്പുക്കുട്ടിയെ പിടിച്ചുയർത്തി. സൊല്ല്, എല്ലാമേ കൃത്യമായി പറയണം. മാമല്ലപുരത്ത് അപ്പുക്കുട്ടി വിക്കി. മാമല്ലപുരത്തുനിന്ന് ഞങ്ങൾ പിരിഞ്ഞതാ. പ്രഭു ജ്യോതികയെയും കൊണ്ട് ഒരിടത്തേക്ക് പോയി. എവിടേക്ക്? അതാണ് അറിയേണ്ടത്. പുതുവയൽ. ശിവസഹസ്രനാമം ആ പേര് ഒന്നുരുവിട്ടു. അവിടെ ആരാ പ്രഭുവിനെ സഹായിക്കുന്നത്? അപ്പുക്കുട്ടിയുടെ നെഞ്ച് ചുട്ടുനീറി. ഉറ്റ ചങ്ങാതിക്ക് മരണത്തിലേക്കുള്ള വാതിൽ തുറക്കുകയാണ് താൻ. അപ്പുക്കുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കുടുകൂടാ കുതിച്ച് ചാടിക്കൊണ്ടിരുന്നു. പറയടാ. ശിവസഹസ്രനാമം മുരണ്ടു. ഒരു ഓറഞ്ച് മേരി. അപ്പുക്കുട്ടി അകലടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കിയടച്ചു. പുള്ളി ആശാന്റെ ബന്ധുവാ. ഇത്രയും മതി. ശിവസഹസ്രനാമം പുഞ്ചിരിച്ചുകൊണ്ട് അപ്പുക്കുട്ടിയുടെ കവളിൽ തട്ടി. ഇനി എന്നെ വിട്, ഞാനെല്ലാം പറഞ്ഞില്ലേ. അപ്പുക്കുട്ടി ശിവസഹസ്രനാമത്തെ ഒന്ന് നോക്കി. വിടാം. ശിവസഹസ്രനാമം ഒന്ന് ചിരിച്ചു. എന്നെ കൊല്ലല്ലേ, അപ്പുക്കുട്ടി യാചിച്ചു. നെവർ. നിന്നെയും കൊല്ലില്ല, നിന്റെ ഭാര്യയെയും മക്കളെയും കൊല്ലില്ല. അല്ലെങ്കിൽ തന്നെ നീ ഇപ്പോൾ ചത്തു കഴിഞ്ഞില്ലേ അപ്പുക്കുട്ടി. സ്വന്തം ഭാര്യ പാതി നഗ്നയായി അന്യപുരുഷന്മാരുടെ മുമ്പിൽ നിന്ന് മാനം മറയ്ക്കാൻ പൊളയുന്നത് കാണേണ്ടി വന്ന നിസ്സഹായനായ ഭർത്താവ്. സ്വന്തം മക്കളുടെ ജീവന് വേണ്ടി മറ്റൊരു മനുഷ്യൻ്റെ കാല് പിടിക്കേണ്ടി വന്ന അച്ഛൻ. അതിനെല്ലാം മുകളിൽ നിന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച സുഹൃത്തിന് ഒറ്റിക്കൊടുത്തവൻ. നാളെ ഈ കഥയിൽ ഏറ്റവും വലിയ ചതിയൻ്റെ സ്ഥാനമാണ് നിനക്ക്. നിന്നെ ഞാൻ എന്തിനു കൊല്ലണം അപ്പുക്കുട്ടി ആങ്ങലടിച്ച് കരഞ്ഞു. ഭൂമിനാഥൻ, ശിവസഹസ്രനാമം വിളിച്ചു. ശാപ്പാട് റെഡിയല്ലേ? ആവാൻ കയ്യ. ഭൂമിനാഥൻ തലകുലുക്കി. കൊണ്ടുവാ പറഞ്ഞിട്ട് ശിവസഹസ്രനാമം അപ്പുക്കുട്ടിയെ നോക്കി. മുമ്പിൽ ബന്ധപ്പെടുന്നത് ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും വയറു നിറയെ ഭക്ഷണം കൊടുത്തേ ഞാൻ വിടാറുള്ളൂ. അതാ എൻ്റെ രീതി. ശിവസഹസ്രനാമം സ്റ്റൈൽ. മണി. ശിവസഹസ്രനാമം മണിയെ വിളിച്ചു. സൂചന മനസ്സിലായതുപോലെ മണി മാരുതിവാനിന് നേരെ ചെന്നു. പിന്നെ കെട്ടുകളഴിച്ച് കുട്ടികളെ ഇറക്കി. അപ്പാ. അപ്പുക്കുട്ടിയെ കണ്ടതും കുട്ടികൾ നിലവിളിച്ച് ഓടി വന്നു. പൊന്നുമക്കളെ. അപ്പുക്കുട്ടി ഇരു കൈയും കൊണ്ട് കുട്ടികളെ ചേർത്തണച്ചു. വസന്തവും പാഞ്ഞു വന്ന് അപ്പുക്കുട്ടിയെ കെട്ടിപ്പിടിച്ചു. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഇരു കവിളുകളും ചുണ്ടും അടിയേറ്റ് പൊട്ടിയിരുന്നു. കവിളിലും ചെന്നിയിലും തടിച്ച വിരൽപ്പാടുകൾ. വലിക്ക് തപ്പാ. കുഞ്ഞുങ്ങൾ ഉച്ചത്തിൽ കരഞ്ഞു. കടവുളേ, അയ്യോ. അപ്പുക്കുട്ടി ഉച്ചത്തിൽ കരഞ്ഞു. എന്നെ പാസം. ശിവസഹസ്രനാമം ചിരിച്ചു. ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ ചോറുമായി ഭൂമിനാഥൻ വരുന്നുണ്ടായിരുന്നു. കൊടു. ശിവസഹസ്രനാമം കൈനീട്ടി ബക്കറ്റ് വാങ്ങി. പിന്നെ വെറും തറയിലേക്ക് ഓരോ തവി ചോറ് വീതം വിളമ്പി. പിന്നാലെ വന്ന ഗുണ്ട ഒരു അലുമിനിയം തൊട്ടിയിൽ നിന്ന് അതിനുമീതേക്ക് സാമ്പാർ പോലെ തോന്നിക്കുന്ന എന്തോ ഒഴിച്ചു. വാ തലൈവാ. ശിവസഹസ്രനാമം അപ്പുക്കുട്ടിയെ നോക്കി. വാ, വന്ന് ഫാമിലിയായി ഉക്കാറ്. അപ്പുക്കുട്ടിയും ഫാമിലിയും എന്നോട് ഗസ്റ്റ്. അപ്പുക്കുട്ടിയും വസന്തവും ഒന്നറച്ചു നിന്നു. വാടാ. ശിവസഹസ്രനാമത്തിൻ്റെ സ്വരം മാറി. അപ്പുക്കുട്ടിയും വസന്തവും കുട്ടികളെയും കൊണ്ട് മുമ്പോട്ട് വന്നു. അവർ തറയിലേക്ക് ഇരിക്കാനാഞ്ഞതും ശിവസഹസ്രനാമം തടഞ്ഞു. അങ്ങനെയല്ല, 4 കാര്യം നിൽക്കണം. നീയും ഭാര്യയും കുട്ടികളും. നായ്ക്കുടുംബം മാതിരി നക്കി നക്കി തിന്നണം. ഷാർ. അപ്പുക്കുട്ടി കരഞ്ഞു. നിൽക്കടാ. ശിവസഹസ്രനാമത്തിൻ്റെ കണ്ണുകൾ ജ്വലിച്ചു. അപ്പുക്കുട്ടിയും വസന്തവും കരഞ്ഞുകൊണ്ട് പരസ്പരം ഒന്ന് നോക്കി. പിന്നെ തറയിലേക്ക് കാൽമുട്ടുകൾ കുത്തി. പിന്നെ കൈമുട്ടുകളും. കുട്ടികളും അങ്ങനെ നിന്നു. നായ്ക്കളെപ്പോലെ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരെ ശിവസഹസ്രനാമം ഒന്ന് നോക്കി. പിന്നെ കാലുയർത്തി അപ്പുക്കുട്ടിയുടെ താടിക്കൊന്ന് തട്ടി. ഒരു വറ്റ് പോലും മിച്ചം വച്ചേക്കരുത്. പ്രഭുവിൻ്റെ കൊലച്ചോറാ നീ തിന്നുന്നത്. നിനക്ക് പ്രഭുവിനെ വിവരമറിയിക്കാനോ രക്ഷപ്പെടുത്താനോ കഴിയില്ല. അവൻ്റെ മരണം ഉറപ്പാക്കും വരെ എൻ്റെ ആളുകൾ നിന്റെ വീടിന് ചുറ്റുമുണ്ടാവും. അപ്പുക്കുട്ടിയുടെ കണ്ണുകൾ തുളുമ്പി ചോറിലേക്ക് ഇറ്റുകൊണ്ടിരുന്നു. പിറ്റേന്ന് പുതുവയൽ. ചോളപ്പാടത്തിന് നടുവിലെ ഫാം ഹൗസിലായിരുന്നു പ്രഭുവും ജ്യോതികയും. ചോളപ്പാടത്തിന് നടുവിലൂടെ ഒരു ജീപ്പ് വരുന്നുണ്ടായിരുന്നു. ആശാന്റെ വണ്ടിയായിരുന്നു അത്. ജീപ്പ് നിന്നപ്പോഴേക്കും ജ്യോതിക ഓടി അടുത്തു വന്നിരുന്നു. സ്നേഹവും സന്തോഷവും മിഴിത്തുള്ളികളായി ജ്യോതികയുടെ കണ്ണുകളിലേക്ക് ഇരച്ചു വരുന്നുണ്ടായിരുന്നു. പ്രഭുവേ. ആശാൻ ജ്യോതികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രഭുവിനെ നോക്കി. എൻ്റെ പെങ്കൊച്ചിനെ നല്ലതുപോലെ നോക്കണ്ടല്ലോ അല്ലേ? ഉണ്ടേ. പ്രഭു ചിരിച്ചു. ആശാന്റെ ജീപ്പിന് മുകളിൽ ഘടിപ്പിച്ചിരുന്ന ക്യാമറയിൽ പ്രഭുവും ജ്യോതികയും ആശാനുമൊക്കെ റെക്കോർഡാവുന്നുണ്ടായിരുന്നു. മേരിക്ക് നിങ്ങളിവിടെ ഉള്ളത് വലിയ സന്തോഷമായി. ഇനി നിങ്ങളെ വിടുന്നില്ലെന്നാ പറഞ്ഞത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതാ പറ്റിയ സ്ഥലമെന്ന്. ഞാനാരാ പുള്ളി? ആശാൻ ഉറക്കെയാണ് ചിരിച്ചു. ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു. എല്ലാവരും തലതിരിച്ചു. മേരിയുടെ ടാറ്റ സഫാരി സ്ട്രോങ് വരുന്നു. ആശാന്റെ ജീപ്പിന് പിന്നിലായി അത് നിന്നു. അതിൽ നിന്ന് ആദ്യം മേരി ഇറങ്ങി. പിന്നാലെ ഇറങ്ങിയയാളെ കണ്ട് പ്രഭു അമ്പരന്ന് പോയി. കടവുൾ റാവുത്തർ. സാർ. പ്രഭു അത്ഭുതത്തോടെ വിളിച്ചു. പിന്നെ ധൃതിയിൽ സഫാരിക്ക് നേരെ ചെന്നു. അപ്പുക്കുട്ടി വന്നില്ലേ സാർ? വണ്ടിയുടെ അകത്തേക്ക് തല ഇട്ടുകൊണ്ടായിരുന്നു പ്രഭുവിൻ്റെ ചോദ്യം. റാവുത്തറുടെ തല കുനിഞ്ഞു. ഇച്ചായ. മേരി പ്രഭുവിനെ വിളിച്ചു.
റാവുത്തർ സാർ വന്നിരിക്കുന്നത് അത്ര നല്ല വാർത്തയുമായിട്ടല്ല. എന്താ സാറേ? പ്രഭു അമ്പരപ്പോടെ റാവുത്തറിനെ നോക്കി. പ്രഭു. റാവുത്തർ പ്രഭുവിൻ്റെ കയ്യിൽ പിടിച്ചു. അപ്പുക്കുട്ടി. പ്രഭുവിൻ്റെ മിഴികൾ ജാഗരൂകമായി. സൂയിസൈഡ്. വീട്ടിൽ തൂങ്ങി മരിച്ചു. അവൻ്റെ ശരീരം മോർച്ചറിയിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്നലെ ശിവസഹസ്രനാമം. ബാക്കിയൊന്നും പ്രഭു കേട്ടില്ല. മിഴികൾ ഇരുണ്ടുപോയി, കാതുകൾ കൊട്ടിയടച്ചു പോയി. പിന്നിൽ നിന്ന് ജ്യോതികയുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു. ശിവസഹസ്രനാമത്തിൻ്റെ തിരുമംഗലം ബംഗ്ലാവ്. പുതുവയലിലെ ഓപ്പറേഷന് നേതൃത്വം നൽകാൻ പുറത്തുനിന്ന് ആരോ വരുന്നുണ്ടെന്ന വിവരം മാത്രമായിരുന്നു മണിക്കും ഭൂമിനാഥനും. ആ ആളിനു വേണ്ടിയുള്ള കാത്തുനിൽപ്പായിരുന്നു. ശിവസഹസ്രനാമം പോലും കാത്തിരിക്കുന്ന ആൾ. 30 ഗുണ്ടകളുണ്ടായിരുന്നു ഹാളിൽ. ശിവസഹസ്രനാമം ഇടയ്ക്കിടെ വാച്ചിൽ നോക്കുന്നുണ്ടായിരുന്നു. 10 മിനിറ്റ് കൂടി കഴിഞ്ഞു. ഫോഴ്സിൻ്റെ ഒരു വലിയ വാൻ ബംഗ്ലാവിൻ്റെ മുറ്റത്തേക്ക് വന്നു നിന്നു. ഒരു ഹൈഡ്രോളിക് ഫുട്ബോൾ തറയിലേക്ക് നീണ്ടു. ലെതർ ഗ്ലൗസ് ഇട്ട 2 കൈകളാണ് ആദ്യം തറയിൽ അമർന്നത്. പിന്നാലെ തീരെ ചെറിയ മുഖവും ചെറിയ കണ്ണുകളും ചെമ്പ മുടിയുമുള്ള ഒരു മനുഷ്യൻ. അയാളുടെ 2 കാലുകളും പോളിയോ വന്ന് ശോഷിച്ചു പോയിരുന്നു. പക്ഷേ കൈകൾക്ക് കാലുകളുടെ വണ്ണവും ഉറപ്പും. തുവെള്ള ടീഷർട്ടും വലിയ കാക്കി നിക്കറുമായിരുന്നു അയാളുടെ വേഷം. ഇത് മുരുകൻ, റിച്ചി മുരുകൻ. ശിവസഹസ്രനാമം മണിയെയും കൂട്ടരെയും നോക്കി. 100% ഡെഡിക്കേറ്റഡ്, 100% ഡേഞ്ചറസ് ആൻഡ് 100% സൈക്കോപാത്ത്. പ്രഭുവിൻ്റെ തല മുരുകൻ എടുത്തോളും. തലൈവ. മുരുകൻ ശിവസഹസ്രനാമത്തെ നോക്കി വായ്പിളർന്ന് ഒന്ന് ചിരിച്ചു. പിന്നെ ഇരുവശത്തേക്കും ഒഴിഞ്ഞു നിന്ന ഗുണ്ടകൾക്ക് നടുവിലൂടെ 4 കാലിൽ മുരുകൻ മുന്നോട്ട് വന്നു. കഥ തുടരും.